അങ്ങനെ മഹാഭാരതം ആദിപർവോ സഭാപർവോ പൂർത്തീകരിച്ച് വനപർവത്തിലെ അക്ഷയപാത്രത്തിന്റെ കഥയും ദ്രൗപദി യുധിഷ്ഠിര സംവാദവും ഭീമയുധിഷ്ഠിര സംവാദവും കിരാതാർജുനീയ യുദ്ധവും ഊർവശി ശാപവും നളചരിതവും പാണ്ഡവന്മാരുടെ തീർത്ഥയാത്രയും ഋഷ്യശൃംഗന്റെ കഥയും പരശുരാമ ചരിതവും അഷ്ടവക്ര ചരിതവും കല്യാണ സൗഗന്ധികവും നഹുഷ പുരാണവും ഘോഷയാത്രയും വൈഷ്ണവ യജ്ഞവും ഭഗവത് മാഹാത്മ്യവും സത്യവാൻ സാവിത്രിയുടെ കഥയും കർണന്റെ ദാനവും ധർമ്മദേവ ധർമ്മപുത്ര സംവാദവും പിന്നിട്ട് നമ്മൾ വനപർവവും പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി നമ്മൾ തുടരുന്നത് വിരാട പർവമാണ്. തുടരുന്നു. ദ്വൈതവനത്തിലെ ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ട പാണ്ഡവന്മാർ ഒരു വിജന സ്ഥലത്ത് എത്തിച്ചേർന്നു. പുരോഹിതനായ ധൗമ്യനും പരിവാരങ്ങളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അവർ എല്ലാവരോടും യാത്ര പറഞ്ഞു. ധൗമ്യൻ പാഞ്ചാലത്തിലേക്ക് പോയി. പരിവാരങ്ങളിൽ കുറച്ചുപേരെ ദ്വാരകയിലേക്കും മറ്റുള്ളവരെ പാഞ്ചാലത്തേക്കും അയച്ചു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പാഞ്ചാലിയും പാണ്ഡവന്മാരും മാത്രം ശേഷിച്ചു. എവിടെയാണ് അജ്ഞാതവാസക്കാലം കഴിച്ചു കൂട്ടേണ്ടതെന്ന് ആലോചിച്ചു. യുധിഷ്ഠിരൻ സഹോദരന്മാരോട് അവരുടെ അഭിപ്രായം ആരാഞ്ഞു. അർജുനൻ പല രാജ്യങ്ങളുടെയും പേര് പറഞ്ഞു. ഭീമനും ചില സ്ഥലങ്ങൾ നിർദ്ദേശിച്ചു. എന്നാൽ അവയൊന്നും തന്നെ സ്വീകാര്യമായി തോന്നിയില്ല. തന്നെയുമല്ല, വിരാട രാജ്യത്തിൽ അജ്ഞാതവാസക്കാരൻ കഴിച്ചുകൂട്ടാമെന്ന് യമധർമ്മൻ യുധിഷ്ഠിരനെ ഉപദേശിക്കുകയും ആരും കണ്ടുപിടിക്കുകയില്ലെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് അവർ അവസാനം ഏകകണ്ഠമായി മത്സ്യരാജ്യം തന്നെ തിരഞ്ഞെടുത്തു. എല്ലാവരും കൂടി ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിക്കണമോ അതോ ഭിന്ന സ്ഥലങ്ങളിലായി കഴിച്ചുകൂട്ടണമോ എന്നതായിരുന്നു പിന്നീടുള്ള ആലോചന. ഒറ്റപ്പെട്ടുപോയാൽ പല വൈമിഷ്യങ്ങളും ഉണ്ടാവാൻ ഇടയാളതുകൊണ്ട് ഒരിടത്ത് തന്നെ കഴിഞ്ഞുകൂടുന്നതാണ് നല്ലതെന്നുള്ള തീരുമാനത്തിലെത്തി. വിരാട നഗരത്തിൽ മത്സ്യരാജാവിന്റെ കൊട്ടാരത്തിൽ വിവിധ രംഗങ്ങളിലായി പണിയെടുത്ത് ഒരു വർഷക്കാലം തള്ളി നീക്കുകയാണ് ഉത്തമമെന്നുള്ള യുധിഷ്ഠിരന്റെ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാനൊരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് കങ്കൻ എന്ന പേരോടുകൂടി വിരാട രാജാവിന്റെ സേവകനായി കഴിഞ്ഞുകൂടാം. ചൂതുകളിയിൽ താല്പര്യമുള്ളവനായി അദ്ദേഹത്തിന്റെ പ്രീതി സമ്പാദിക്കാം. അദ്ദേഹത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ കൊടുത്തും നേരം പോക്കും കഥകളും പറഞ്ഞ് രസിപ്പിച്ചും ഞാൻ അദ്ദേഹത്തിന്റെ വിശ്വസ്ത്ര പാത്രമാകും. ഞാൻ ആരാണെന്നോ എവിടെ നിന്നോ വരുമെന്നോ അന്വേഷിച്ച മുമ്പ് ആവക ജോലികളൊക്കെ ചെയ്ത ഒരാളായിരുന്നെന്നും പറയാം. എന്താ എന്റെ തീരുമാനത്തെപ്പറ്റി നിങ്ങൾ എന്തു പറയുന്നു? യുധിഷ്ഠിരൻ അഭിനയിക്കുവാൻ തയ്യാറാക്കി അവതരിപ്പിച്ച വേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ആരും അറിയാതെ ഈ വേഷത്തിൽ വിരാട രാജധാനിയിൽ കഴിച്ചുകൂട്ടുമെന്ന് അവരെല്ലാം തലകുലുക്കി സമ്മതിച്ചു. ഭീമൻ പറഞ്ഞു, ഞാനൊരു പാചകക്കാരനായിട്ടാണ് മത്സ്യഭൂമനെ സമീപിക്കുവാൻ പോകുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വിധത്തിൽ ആഹാരം പാകം ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിന്റെ പ്രീതി സമ്പാദിക്കും. അതുകൂടാതെ വിറക് വെട്ടുക, വെള്ളം കോരുക തുടങ്ങിയ ഭാരമേറിയ പണികളും ചെയ്യും. ഇടഞ്ഞു വരുന്ന ആനകളെയും കാളകളെയും മറ്റും പിടിച്ചു നിർത്തും. കൊട്ടാരത്തിൽ വരുന്ന മല്ലന്മാരോട് ദ്വന്ദ്വയുദ്ധം നടത്തി എല്ലാവരെയും രസിപ്പിക്കും. ഇതെല്ലാം കൊണ്ടും രാജാവിന് എന്നോട് കൂടുതൽ ഇഷ്ടം തോന്നും. എന്നെ പറ്റിയുള്ള വിവരങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പാചകക്കാരനായും ആനക്കാരനായും മല്ലനായും മറ്റും പാണ്ഡവരെ സേവിച്ചിട്ടുണ്ടെന്ന് പറയും. ഭീമൻ തിരഞ്ഞെടുത്ത വേഷം കെങ്കേമമാണെന്ന് പറഞ്ഞ് എല്ലാവരും അത് അംഗീകരിച്ചു. അടുത്തതായി അർജുനൻ ഏത് വേഷത്തിലാണ് വിരാട രാജധാനിയിൽ കഴിച്ചുകൂട്ടുക എന്നതായി ചിന്ത. അപ്പോൾ ശക്രാത്മജനായിട്ടുള്ള അർജുനൻ തന്നെ പറഞ്ഞു, ഞാൻ ദേവലോകത്തായിരുന്നപ്പോൾ നീ നപുംസകമായി തീരട്ടെ എന്ന് ഊർവശി ശപിക്കുകയും അത് അജ്ഞാതവാസക്കാലത്ത് ഉപകാരമായി തീരുകയുമെന്ന് ഇന്ദ്രൻ എന്നെ ഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഊർവശി ശാപം ഉപകാരമാക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും. ഞാനൊരു ഷണ്ഠനാണെന്ന് ഭാവിക്കും. പെണ്ണിന്റെ വേഷം ധരിക്കും. കൈകളിൽ നിറയെ ശംഖുവളകളിട്ട് എന്റെ ഞാൻ തഴമ്പുകൾ മറയ്ക്കും. കാതുകളിൽ ശോഭയുള്ള കുണ്ടലങ്ങൾ അണിയും. മുടി മെടഞ്ഞു കിട്ടും. സ്വർഗലോകത്ത് വെച്ച് ചിത്രസേനന്റെ അടുക്കൽ നിന്ന് പഠിച്ച പാട്ടും കുട്ടും നൃത്തവുമൊക്കെ ഞാൻ അന്തഃപുര സ്ത്രീകളെ പഠിപ്പിക്കും. പഴങ്കഥകൾ പറഞ്ഞവരെ രസിപ്പിക്കും. കൊഞ്ചിക്കുഴങ്ങി അവരോട് സംസാരിക്കും. എന്തെങ്കിലും എന്നെപ്പറ്റി ചോദിച്ചാൽ പണ്ട് പാഞ്ചാലിയുടെ ദാസിയായിരുന്നു എന്ന് ഞാൻ പറയും. ബൃഹന്നള എന്ന പേരിലാണ് ഞാൻ അവിടെ സ്വീകരിക്കുവാൻ പോകുന്നത്. ദീർഘബാഹുകളോടുകൂടി ദിവ്യരൂപത്തിൽ പ്രശോഭിക്കുന്നവനാണ് അർജുനൻ. വില്ലാളികളിൽ വീരനായ അവൻ തന്റെ തേജസ്സും ഭുജപ്പല പരാക്രമവും മറ്റും ഒളിച്ച് എങ്ങനെ അജ്ഞാതനായി കഴിച്ചുകൂടുമെന്ന് ചിന്തിച്ച്
ഉഴലുകയായിരുന്ന സഹോദരന്മാർ സവ്യസാചിയുടെ വാക്കുകൾ കേട്ട് ആശ്ചര്യഭരിതരായി. അനേകം സുന്ദരിമാരുടെ മനം കവർന്ന കോമള കപോരനായ ധനഞ്ജയൻ അന്തപുരത്തിൽ കഴിച്ചുകൂട്ടുവാൻ പോകുന്നു. ഇതറിഞ്ഞ് സഹോദരന്മാർ അമ്പരന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എങ്കിലും വിജയൻ സ്വീകരിക്കുവാൻ പോകുന്ന പ്രച്ഛന്ന വേഷം വിജയിക്കുമെന്ന് എല്ലാവർക്കും ബോധ്യമായി. അശ്വപരിപാലകനായിട്ട് കൊട്ടാരത്തിൽ ജോലി സമ്പാദിക്കുവാനാണ് നകുലൻ ആഗ്രഹിച്ചത്. അവൻ പറഞ്ഞു, ഞാൻ വിരാട രാജാവിൻ്റെ കുതിരക്കാരനായിക്കൊള്ളാം. കുതിരകളെപ്പറ്റി എനിക്ക് നല്ല അറിവുണ്ട്. കുതിരയെ രക്ഷിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും നല്ല പരിചയമുണ്ടെന്ന് ഞാൻ രാജാവിനെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം. എന്നെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാൻ മുമ്പ് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കുതിര വിചാരിപ്പുകാരനായിരിക്കുന്നെന്ന് പറയും. ഞാൻ ഗ്രന്ഥികൻ എന്ന പേരാണ് സ്വീകരിക്കുന്നത്. നകുലൻ തിരഞ്ഞെടുത്ത ജോലിയും എല്ലാവർക്കും സ്വീകാര്യമായി. സഹദേവൻ പറഞ്ഞു, എനിക്ക് പശുക്കളുടെ എല്ലാ കാര്യത്തെപ്പറ്റിയും പരിജ്ഞാനമുണ്ട്. അതുകൊണ്ട് വിരാട രാജാവിൻ്റെ ഗോ സംരക്ഷകനായി ഞാൻ ജോലി എടുത്തുകൊള്ളാം. എൻ്റെ പേർ തന്ത്രിപാലനാണെന്നും പണ്ട് പാണ്ഡവരുടെ പശുക്കളെ പരിപാലനം ചെയ്തിട്ടുണ്ടെന്നും ഞാൻ രാജാവിനെ അറിയിക്കും. രാജാവിനെ സന്തുഷ്ടനാക്കി ഞാൻ അവിടെ ജീവിക്കാം. പാണ്ഡവന്മാർ ഓരോരുത്തരും തിരഞ്ഞെടുത്ത അജ്ഞാതവേഷം എല്ലാ തരത്തിലും അനുയോജ്യമാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. ഇനിയും പാഞ്ചാലിയുടെ കാര്യമാണ്. അവൾ ഇന്ദുമുഖിയാണ്. വിഷാദത്തിന്റെ മേഘങ്ങൾ കൊണ്ട് അവളുടെ വദനം മൂടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ശോഭ മങ്ങിയതല്ലാതെ മാഞ്ഞു പോയിട്ടില്ല. രാജകൊട്ടാരത്തിൽ സമ്പൽ സമൃദ്ധിയുടെ മധ്യത്തിൽ ജനിച്ചു വളർന്ന രാജകുമാരിയാണ് അവൾ. പാണ്ഡവരുടെ പട്ടമഹിഷിയായി സർവരാലും ആദരിക്കപ്പെട്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ വാണിരുന്ന രാജ്ഞിയാണവൾ. അങ്ങനെയുള്ള ദ്രൗപദി എന്ത് ജോലി ചെയ്താണ് ഒരു ദാസിയെപ്പോലെ വിരാട രാജധാനിയിൽ കഴിഞ്ഞുകൂടുക? അതോർത്തപ്പോൾ പാണ്ഡവന്മാർക്ക് നിസീമമായ ലജ്ജയും ദുഃഖവും തോന്നി. അവർ നിശബ്ദരായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുടെ മനോഗതം മനസ്സിലാക്കിയ മനസ്സുനിയായ ആ മഹിളാരത്നം അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, എന്നെപ്പറ്റി ചിന്തിച്ച് നിങ്ങളാരും വിഷമിക്കരുത്. വിരാട രാജാവിൻ്റെ അന്തഃപുരത്തിൽ അജ്ഞാതയായി 1 വർഷം കഴിച്ചുകൂട്ടുവാൻ എനിക്ക് കഴിയും. അന്തഃപുര സ്ത്രീകളുടെ പരിചാരകയായി പാഞ്ചാലിയുടെയും സുഭദ്രയുടെയും കൂടെ താമസിച്ചിട്ടുണ്ടെന്നും മുടി മൂടിയായി അലങ്കരിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ഒരു സൈരന്ധ്രിയാണെന്നും വിരാട രാജാവിൻ്റെ രജ്ഞിയെ ബോധ്യപ്പെടുത്തി ഞാൻ അവരുടെ കൂടെ താമസിച്ചു കൊള്ളാം. എൻ്റെ പേർ മാലിനിയാണെന്നും ഞാൻ പറയും. രാജ്ഞിയായ സുദേഷ്ണയോടൊപ്പം താമസിക്കുന്ന എന്നെ അവർ സംരക്ഷിച്ചുകൊള്ളും. അതുകൊണ്ട് എൻ്റെ കാര്യമോർത്ത് നിങ്ങളാരും ദുഃഖിക്കരുത്. ദ്രൗപദിയുടെ വാക്കുകൾ പാണ്ഡവന്മാർക്ക് ആശ്വാസം നൽകി. അജ്ഞാതവാസകാലത്തേക്ക് വേണ്ട വേഷവിധാനങ്ങളൊക്കെ തയ്യാറാക്കി അവർ മത്സ്യരാജ്യത്തിലേക്ക് പുറപ്പെട്ടു. കാടും മേടും മലയും മരഭൂമിയും കടന്ന് സാവധാനം അവർ നടന്നു. ദശാർണം, ശൂരസേനം, പാഞ്ചാലം തുടങ്ങിയ രാജ്യങ്ങളിൽ കൂടി സഞ്ചരിച്ച് മത്സ്യരാജ്യത്തിൽ പ്രവേശിച്ചു. വിരാട നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തെത്തി. യുധിഷ്ഠിരൻ പറഞ്ഞു, നാം നഗരത്തിൻ്റെ സമീപത്തെത്തിയിരിക്കുന്നു. ആയുധങ്ങളുമായി നാം നഗരത്തിൽ സഞ്ചരിച്ചാൽ ആളുകൾ സംശയിക്കും, നമ്മെ തിരിച്ചറിയുകയും ചെയ്യും. അതുകൊണ്ട് ആയുധങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ട് വേണം നാം നഗരത്തിൽ പ്രവേശിക്കേണ്ടത്. അങ്ങനെയിരിക്കെ അവിടെ ഒരു കുന്നുണ്ടായിരുന്നു. കുന്നിന്റെ മുകളിൽ ഒരു ശമീ വൃക്ഷം ശാഖോപശാഖകളോടുകൂടി പടർന്നു പന്തലിച്ച് വളർന്നു നിന്നിരുന്നു. അതിൻ്റെ സമീപത്തായി ഒരു ചുടുകാടും കണ്ടു. വില്ല്, തൂണീരം, ശംഖ്, ചർമ്മം, വാള് തുടങ്ങിയ ആയുധങ്ങളെയെല്ലാം ചേർത്ത് വെച്ച് ദൃഢമായി കെട്ടി നകുലൻ അവയെ വൃക്ഷത്തിലുണ്ടായിരുന്ന ഒരു വലിയ പൊത്തിൽ ഒളിച്ചു വെച്ചു. അതിനുശേഷം ശ്മശാനത്തിൽ നിന്നൊരു മൃതദേഹം കണ്ടെടുത്ത് ആ മരത്തിൽ കെട്ടിത്തൂക്കി. ആളുകൾ ഈ ശമീവൃക്ഷം ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അതിൽ തൂങ്ങി നിൽക്കുന്ന ശവം കണ്ട് ഒഴിഞ്ഞു പോകണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് അപ്രകാരം ചെയ്തത്. അവർ അവിടെ നിന്ന് നഗരത്തിന്റെ കവാടത്തിലെത്തി. യുധിഷ്ഠിരൻ പറഞ്ഞു, നാം കൂട്ടമായി നഗരത്തിൽ പ്രവേശിച്ച് സഞ്ചരിച്ചുകൂടാ. ഇവിടെ വെച്ച് വേർതിരിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് സഞ്ചരിച്ചാൽ മതി. നമുക്ക് തമ്മിൽ ഉപയോഗിക്കുന്നതിന് ഓരോ ഗൂഢനാമങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. അത് യഥാക്രമം ജയൻ, ജയന്തൻ, വിജയൻ, ജയൽസേനൻ, ജയൽബലൻ എന്നായിരിക്കും. യുധിഷ്ഠിരൻ പിന്നീട് ഭുവനേശ്വരിയായ ദുർഗാദേവിയെ ഭക്തിപൂർവം വാഴ്ത്തി സ്തുതിച്ചു. ദേവി പ്രീതനായി യുധിഷ്ഠിരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭക്തൽ വത്സലനായ അമ്മ യുധിഷ്ഠിരനെ അനുഗ്രഹിച്ചു. പാണ്ഡവന്മാർ സന്തോഷിച്ചു. പിന്നീട് അവർ കൂട്ടുപിരിഞ്ഞ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിരാട നഗരത്തിൽ പ്രവേശിച്ചു. യുധിഷ്ഠിരനാണ് ആദ്യം രാജകൊട്ടാരത്തിലെത്തിയത്. രാജാവ് അമാത്യന്മാരോടും പൗരമുഖ്യന്മാരോടും കൂടി ആസ്ഥാന മണ്ഡപത്തിൽ ഇരിക്കുകയായിരുന്നു. ധർമ്മപുത്രൻ നിസ്സങ്കോചം രാജസന്നിധിയിലെത്തി രാജാവിനെ വന്ദിച്ചു.
പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ഒരു മഹാനാണെന്ന് തോന്നിയ യുധിഷ്ഠിരനോട് അദ്ദേഹം ആരാണെന്നും എവിടെ നിന്നാണ് വരുന്നതെന്നും എന്താണ് വന്നതിന്റെ കാരണമെന്നും മറ്റും വിരാട രാജാവ് ചോദിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ ഉപജീവന മാർഗം തേടി വന്നിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ്. എൻ്റെ എല്ലാം നശിച്ചുപോയി. ചൂതുകളിയിൽ എനിക്ക് നല്ല പരിചയമുണ്ട്, കളിക്കുകയും ചെയ്യാം. എൻ്റെ പേര് കങ്കൻ എന്നാണ്. ഞാൻ പണ്ട് പാണ്ഡവരുടെ കൂടെ സമയം ചെലവഴിച്ചിട്ടുണ്ട്. ബ്രാഹ്മണ വേഷധാരിയാണെങ്കിലും യുധിഷ്ഠിരന്റെ ആകർഷണീയമായ ആകാരവും തേജസ്സുറ്റ മുഖഭാവവും കണ്ടപ്പോൾ അദ്ദേഹം ഒരു രാജാവിനെ പോലെ ആദരണീയനാണെന്ന് വിരാട രാജാവിന് തോന്നി. യുധിഷ്ഠിരനിൽ അളവറ്റ് മതിപ്പ് തോന്നിയ രാജാവ് അദ്ദേഹത്തെ തന്റെ സുഹൃത്തായി അരമനയിൽ താമസിച്ചു കൊള്ളുന്നതിന് അനുവദിച്ചു. തന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പോലെ എല്ലാവരും കങ്കനോടും പെരുമാറണമെന്ന് തന്റെ അനുയായികളോട് അദ്ദേഹം കൽപ്പിക്കുകയും ചെയ്തു. ആസ്ഥാന സഭ പിരിഞ്ഞു. രാജാവ് ഏകനായി കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭീമൻ അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയത്. ഭീമന്റെ അസാമാന്യമായ ശരീരവലുപ്പം കണ്ടപ്പോൾ രാജാവ് ആശ്ചര്യപ്പെട്ടു. ഭീമന്റെ കയ്യിൽ ഒരു ചട്ടുകവും തൈര് കടയുന്ന മത്തുമുണ്ടായിരുന്നു. ഭീമാകാരനായ ഇവൻ ആരടാ എന്നോർത്ത് അത്ഭുതം കൂറി നിന്ന രാജാവിനെ ഭീമൻ താണു വണങ്ങി. ആരാണ്, എന്താണ്, എന്തിനു വന്നു എന്നൊക്കെ രാജാവ് ഭീമനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാനൊരു സാധു ബ്രാഹ്മണനാണ്. വല്ലവൻ എന്നാണ് എൻ്റെ പേര്. അരിവെപ്പാണ് ജോലി. പണ്ട് പാണ്ഡവന്മാരുടെ അരിവെപ്പുകാരനായിരുന്നു. എൻ്റെ പാചകം അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ജോലിയൊന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്നു. അങ്ങയുടെ കൃപയുണ്ടായി അവിടെ ഒരു ജോലി തരണം. അങ്ങയ്ക്ക് വളരെ ഹിതകരമായ വിധത്തിൽ ഞാൻ ജോലി ചെയ്യാം. സിംഹതുല്യമായ ആകാരപ്രകൃതിയുള്ള ഇവൻ ഒരു പാചകക്കാരനാകുന്നത് എങ്ങനെയാണെന്ന് രാജാവിന്റെ മനസ്സിൽ തോന്നിയപ്പോൾ അത് മനസ്സിലാക്കിയിട്ടെന്നവണ്ണം ഭീമൻ പറഞ്ഞു, രാജാവേ, പാചകത്തിനു പുറമെ എനിക്ക് മൽപ്പിടത്തവും അറിയാം. മല്ലന്മാരോട് മാത്രമല്ല, സിംഹത്തിനോട് ഞാൻ പൊരുതിയിട്ടുണ്ട്. അങ്ങയെ രസിപ്പിക്കുവാൻ വേണ്ടി ഞാൻ അതും ചെയ്യാം. ഭീമനെ ആകപ്പാട് രാജാവിന് ഇഷ്ടമായി. അടുക്കളയിൽ പണിയെടുക്കുന്നവരുടെ തലവനായി അവനെ നിയമിച്ചു. ഭീമൻ സന്തോഷത്തോടെ ജോലിയിൽ പ്രവേശിച്ചു. പാഞ്ചാലി വിരാട നഗരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. അവൾ ഒരു സൈരന്ധ്രിയെ പോലെ വേഷം ധരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് വീതിയിൽ കൂടി നടന്നു. മിക്കവാറും ജട പിടിച്ചിരുന്ന മുടി അഴിഞ്ഞു കിടക്കുന്നിരുന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. എങ്കിലും ചെളി കൊണ്ട് മൂടപ്പെട്ട ഒരു രത്നം പോലെയായിരുന്നു അവൾ. അവളെ കണ്ടവരൊക്കെ അവളുടെ ആകാര സൗഷ്ഠത്തിൽ ആകൃഷ്ടരായി. ചിലരൊക്കെ അവളുടെ പിന്നാലെ കൂടുകയും ചെയ്തു. ആ അവസരത്തിൽ രാജകൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ടിരുന്ന വിരാട രാജാവിന്റെ പത്നിയായ സുദേഷ്ണ അവളെ കണ്ടു. രാജ്ഞി അവളെ തന്റെ അടുക്കളയ്ക്ക് വിളിപ്പിച്ചു. അവളോട് വർത്തമാനങ്ങൾ ചോദിച്ചു. പാഞ്ചാലി വളരെ വിനയത്തോട് പറഞ്ഞു, ഞാൻ ഒരു സൈരന്ധ്രിയാണ്. എനിക്ക് തലമുടി മോടിയായി കെട്ടിവെക്കുവാൻ അറിയാം. കുറികൂട്ടുകൾ അരച്ചുണ്ടാക്കാം. പുഷ്പങ്ങൾ കൊണ്ട് പലമാതിരി മാലകൾ കെട്ടാം. ഞാൻ അർജുനന്റെ ഇഷ്ടപത്നിയായ സുഭദ്രയെയും പാണ്ഡവന്മാരുടെ വിശ്വസ്ത വല്ലഭയായ പാഞ്ചാലിയെയും തൃപ്തകരമായി സേവിച്ചിട്ടുണ്ട്. മാലിനി എന്നാണ് എൻ്റെ പേര്. ദ്രൗപദിയാണ് എനിക്ക് ഈ പേരിട്ടത്. ജോലി അന്വേഷിച്ച് ഇവിടെ വന്നതാണ് ഞാൻ ഭവതിയെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നു. കേവലം ഒരു ദാസിയാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് വിശ്വസിക്കുവാൻ രാജ്ഞിക്ക് കഴിഞ്ഞില്ല. അപ്സരസിനെ പോലെ അതീവ സുന്ദരിയായ അവളുടെ കണ്ണുകൾ താമരദളം പോലെ മനോഹരമായിരുന്നു. അവളുടെ അഴകാർന്ന പുരികങ്ങൾ വില്ലുപോലെ വളഞ്ഞിരുന്നു. ചെന്തണ്ടിപ്പഴത്തെ വില്ലുന്ന രക്തപ്രഭയോടുകൂടിയുള്ളതായിരുന്നു അവളുടെ അധരങ്ങൾ. അവളുടെ കണ്ഠം ശംഖുപോലെ സുന്ദരമായിരുന്നു. ഹംസനാദിനിയായ അവളുടെ ശബ്ദം മാധുര്യമേറിയിരുന്നു. അവളുടെ ആകാര വടിവും ശരീരകാന്തിയും ദേവാംഗനന്മാരോട് കിടപിടിക്കുന്നതായിരുന്നു. ഇപ്രകാരമുള്ള ഒരു തരുണീമണിയെ എങ്ങനെയാണ് തന്റെ അന്തഃപുരത്തിൽ സൈരന്ധ്രിയായി താമസിപ്പിക്കുക? രാജാവ് അവളെ കാണുവാനിടയായാൽ നിശ്ചയമായും അവളിൽ അനുരക്തിയാവും. പത്നിയാക്കുവാനും ഒരുമ്പെട്ടേക്കും. ഇപ്രകാരമൊക്കെ ചിന്തിച്ച് രാജ്ഞി അതെല്ലാം പാഞ്ചാലിയോട് തുറന്നു പറയുകയും അവളെ അവിടെ താമസിപ്പിക്കുന്ന കാര്യത്തിൽ വൈമന്യസം പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പാഞ്ചാലി പറഞ്ഞു, അല്ലയോ രാജ്ഞി, എനിക്ക് പ്രഗത്ഭന്മാരായ 5 ഗന്ധർവന്മാർ ഭർത്താക്കന്മാരായിട്ടുണ്ട്. അവർ സദ്ഗുണന്മാരായ ഒരു ഗന്ധർവേന്ദ്രന്റെ പുത്രന്മാരാണ്. അവർ മറഞ്ഞു നിന്ന് എപ്പോഴും എന്നെ കാത്തു രക്ഷിക്കുന്നു. എനിക്കൊരു പുരുഷനോടും അനുരാഗം തോന്നുകയില്ല. എന്നിൽ ഏതെങ്കിലും പുരുഷന് അഭിനിവേശം ഉണ്ടായാൽ എൻ്റെ ഭർത്താക്കന്മാർ അവരെ വകവരുത്തും. അതുകൊണ്ട് മഹാരാജാവിനെ ഭാര്യയാക്കുക എന്നോർത്ത് ഭയന്ന് എന്നെ ഉപേക്ഷിക്കേണ്ടതില്ല. ഞാൻ ആരുടെയും എച്ചിൽ ഭക്ഷിക്കുകയോ കാൽ കഴുകുകയോ ചെയ്യുകയില്ല. ഇപ്പറഞ്ഞതൊക്കെ സത്യമാണ്.
വിശ്വാസ്യത തുളുമ്പി നിന്ന അവളുടെ വാക്കുകൾ അതേപടി തന്നെ സുദേഷ്ണ സ്വീകരിച്ചു. ദ്രൗപദിയെ സൈരന്ധ്രിയായി അന്തഃപുരത്തിൽ നിയമിക്കുകയും ചെയ്തു. ഒരു ദിവസം വിരാട രാജാവ് കൊട്ടാരത്തിനടുത്തുള്ള തൊഴുത്തിന് സമീപം നിൽക്കുമ്പോൾ ഗോപാലക വേഷധാരിയായി സഹദേവൻ അദ്ദേഹത്തിന്റെ സമീപത്തിൽ വന്നിച്ചു. ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും മറ്റും ആരാഞ്ഞപ്പോൾ സഹദേവൻ പറഞ്ഞു, ഞാനൊരു വൈശ്യനാണ്. പണ്ട് പാണ്ഡവന്മാരുടെ പശുക്കളെ സംരക്ഷിക്കുന്ന ജോലിയായിരുന്നു. അവർ നാടുവിട്ടതിനു ശേഷം ജോലിയൊന്നുമില്ലാതെ അലയുകയാണ്. പശുക്കളെയും കാളകളെയും സംബന്ധിച്ച് മറ്റാർക്കുമില്ലാത്ത അറിവ് എനിക്കുണ്ട്. ഞാൻ ഗോസംരക്ഷണം ചെയ്തിരുന്ന കാലത്ത് പാണ്ഡവന്മാരുടെ ഗോസമ്പത്ത് 4 ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. എന്നെ ഇവിടുത്തെ പശുപാലകനാക്കിയാൽ അങ്ങയുടെ പശുക്കളെ സംരക്ഷിക്കുകയും ഗോസമ്പത്ത് ധാരാളമായി വർദ്ധിപ്പിക്കുകയും ചെയ്യാം. എൻ്റെ പേർ തന്ത്രിപാലൻ എന്നാണ്. സഹദേവൻ ഒരു വൈശ്യനാണെന്ന് വിശ്വസിക്കുവാൻ രാജാവിന് കഴിഞ്ഞില്ല. എങ്കിലും അവൻ പശുക്കളെപ്പറ്റി വിശദമായി പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസയോഗ്യമായി അദ്ദേഹത്തിന് തോന്നി. സഹദേവനെ രാജാവ് ഗോപാലകനായി നിയമിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാജാവ് മറ്റുള്ളവരോടൊപ്പം സഭയിലിരിക്കുമ്പോൾ പ്രഥമ വീക്ഷണത്തിൽ തന്നെ അസാമാന്യനെന്ന് തോന്നിക്കുന്ന ഒരാൾ രാജസദസ്സിലെത്തി രാജാവിനെ വന്ദിച്ചു. അയാൾ ധരിച്ചിരുന്നത് സ്ത്രീകളുടെ വേഷമാണ്. മഹാഭുജനായ അയാളുടെ കൈകൾ നിറയെ ശംഖുവളകൾ ധരിച്ചിരുന്നു. നീട്ടി വളർത്തിയ അയാളുടെ തലമുടി ചിന്നച്ചിതറിക്കിടക്കുന്നു. രാജാവും സദസ്യരും അത്യന്തം വിസ്മയത്തോടെ ആഗതനെ നോക്കി നിന്നു. അല്പം കഴിഞ്ഞ് അയാൾ ആരെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും എന്തിനാണ് വന്നതെന്നും മറ്റും ചോദിച്ചപ്പോൾ ആഗതൻ പറഞ്ഞു, രാജാവേ, ഞാൻ നൃത്യഗീതാദികൾ വേണ്ടവണ്ണം അഭ്യസിച്ചിട്ടുണ്ട്. അത് രാജകൊട്ടാരത്തിലുള്ളവരെ പഠിപ്പിക്കാം. ഞാനൊരു കുമാരനോ കുമാരിയോ അല്ല. ഞാനിത് രണ്ടുമല്ലാത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് അച്ഛനും അമ്മയുമില്ല. ഞാൻ അനാഥനാണ്. അങ്ങയുടെ പുത്രിയെ നൃത്തവും പാട്ടും പഠിപ്പിക്കുന്നതിന് എന്നെ അനുവദിച്ചാലും. എൻ്റെ പേർ ബൃഹന്തള എന്നാണ്. ഞാനിതൊക്കെ പാണ്ഡവന്മാരുടെ ധർമ്മപത്നിയായ പാഞ്ചാലിയെയും കൃഷ്ണ സഹോദരിയായ സുഭദ്രയെയും പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എന്നെ വലിയ സ്നേഹവുമായിരുന്നു. രാജാവും സഭാവാസികളും ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടു. ഇത്രത്തോളം തേജസ്വിയും ആചാനബാഹുവുമായ ഇയാൾ ഒരു നപുംസകമാണത്രേ. എങ്ങനെ വിശ്വസിക്കും? എന്നാൽ രാജാവിന് ആളിനെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവനെ പറഞ്ഞുവിടാനും മനസ്സ് വന്നില്ല. അദ്ദേഹം നപുംസകത്തിനെ അരമനയിൽ അയച്ച് സ്ത്രീകളെ കൊണ്ട് പരിശോധിപ്പിച്ചു. നപുംസകൻ തന്നെയാണെന്ന് ബോധ്യം വന്നപ്പോൾ അയാളെ രാജകുമാരിയായ ഉത്തരയെയും മറ്റും രാജസ്ത്രീകളെയും നൃത്തം പഠിപ്പിക്കുന്നതിനായി നിയമിച്ചു. അന്തഃപുരത്തിൽ തന്നെ താമസിക്കുന്നതിനും അനുവദിച്ചു. അങ്ങനെ പാഞ്ചാലിയുടെയും സുഭദ്രയുടെയും സ്നേഹപാത്രമായിരുന്ന അർജുനൻ ബൃഹന്തളയായി ഉത്തരയെ നൃത്യഗീതികൾ അഭ്യസിപ്പിക്കുവാൻ രാജകൊട്ടാരത്തിൽ തന്നെ താമസമാക്കി. അധിക ദിവസങ്ങൾ കഴിഞ്ഞില്ല. അതിനു മുമ്പായി നകുലനും വിരാട രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. കയ്യിൽ ഒരു ചമ്മട്ടിയുമായി വഴിയിൽ കണ്ട കുതിരകളെയൊക്കെ പരിശോധിച്ച് വിദഗ്ധ അഭിപ്രായം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന അവന്റെ വേഷം ഒരു കുതിരക്കാരൻ്റെതായിരുന്നു. അശ്വിനി ദേവന്മാരെ പോലെ സുകുമാര കോമള ഭാരനായിരുന്ന അവൻ രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവനോട് അദ്ദേഹം അവന്റെ കാര്യങ്ങളൊക്കെ തിരക്കി. അവൻ പറഞ്ഞു, ഞാനൊരു അശ്വപാലനാണ്. കുറെ കാലം പാണ്ഡവ രാജധാനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് കുതിരകളെ സംരക്ഷിക്കുകയും തേർത്തെളിക്കുകയും ചെയ്തിട്ടുണ്ട്. യുധിഷ്ഠിര മഹാരാജാവിന് എന്നെ വളരെ ഇഷ്ടമായിരുന്നു. വില്ലാളി വീരനായ അർജുനൻ എന്റെ തേരുതെളിക്കൽ കണ്ട് എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജോലിയൊന്നുമില്ലാതെ അലഞ്ഞു നടക്കുകയാണ്. ഇവിടെ ഒരു ജോലി ലഭിച്ചാൽ അതെന്റെ കഴിവിനൊത്തവണ്ണം സമർത്ഥമായി ചെയ്യാം. എന്റെ പേർ ഗ്രന്ഥികൻ എന്നാണ്. ഇപ്പറഞ്ഞതും ഇതിനപ്പുറവും ചെയ്യുവാൻ കഴിയുന്ന ഒരു യുവാവാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് വിശ്വസിക്കുവാൻ രാജാവിന് പ്രയാസമുണ്ടായില്ല. പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ആരെയും വശീകരിക്കുവാനുള്ള തേജസ് ആ യുവാവിനുണ്ടായിരുന്നു. ഒരു മടിയും കൂടാതെ രാജാവ് അവനെ അരമനയിലെ അശ്വപാലകരുടെ നേതാവായി നിയമിച്ചു. അങ്ങനെ 5 പാണ്ഡവന്മാരും പാഞ്ചാലിയും വിരാട രാജാവിന്റെ അരമനയിൽ വിവിധ രംഗങ്ങളിൽ ജോലിയിൽ ഏർപ്പെട്ടു. ആരും അവരെ തിരിച്ചറിഞ്ഞില്ല. ആർക്കും അവരെപ്പറ്റി യാതൊരു വിധത്തിലുള്ള സംശയവും ഉണ്ടായില്ല. അവരെല്ലാം അവരവരുടെ ജോലികൾ മാത്രം ശ്രദ്ധിച്ചു. മറ്റു കാര്യങ്ങളിൽ ഇടപെട്ട് കൂടുതൽ ആളുകളുമായി ഇടകലരുന്നതിന് ഇടയാക്കത്തക്കവണ്ണം ഒതുങ്ങിക്കഴിഞ്ഞുകൂടുകയും ചെയ്തു. കങ്കന്റെ ശ്രദ്ധ ചൂതുകളിയിൽ മാത്രമായിരുന്നു. തന്നോട് കളിക്കുവാൻ വരുന്നവരെ വാതുവെച്ച് തോൽപ്പിച്ച് അവരിൽ നിന്ന് പണം സമ്പാദിച്ചു. അത് മറ്റാരും അറിയാതെ സഹോദരന്മാർക്ക് കൊടുക്കും. പാചകം ചെയ്യുന്ന വിശേഷപ്പെട്ട ആഹാര സാധനങ്ങൾ വല്ലഭൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും. ബൃഹന്തള കൊട്ടാരത്തിൽ നിന്ന് കിട്ടുന്ന വസ്ത്രങ്ങളും കുറിക്കൂട്ടുകളുമെല്ലാം എല്ലാവർക്കും നൽകി വന്നു. തന്ത്രിപാലനാകട്ടെ പാലും നെയ്യും യഥേഷ്ടം സഹോദരന്മാർക്ക് നൽകി.
മാലിനി ഭർത്താക്കന്മാരെ കാണുവാനിടയായ സന്ദർഭങ്ങളിലൊക്കെ അവരെ അറിയുന്ന ഭാവമേ പുറത്തു കാണിക്കുവാതെ പെരുമാറി വന്നു. കൊട്ടാരത്തിലുള്ള എല്ലാവർക്കും പ്രച്ഛന്ന വേഷക്കാരായ പാണ്ഡവന്മാരോട് സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്നതിനാൽ അവർക്കാർക്കും ഒരു സംശയവും ഇടവരാതെ എല്ലാവരും സൗഖ്യമായി കഴിച്ചുകൂട്ടി. അങ്ങനെ 4 മാസം കഴിഞ്ഞു. വിരാട രാജ്യത്ത് വർഷം തോറും പതിവായി ഒരു ഉത്സവം നടത്താറുണ്ട്. അതിൻ്റെ സമയമായി. പല രാജ്യങ്ങളിൽ നിന്നും കലാകാരന്മാരും കായിക പ്രകടനക്കാരും ഗായകരും വാദ്യവിശാധരന്മാരുമൊക്കെ വന്ന് ഈ ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ വരും. വളരെ ആർഭാടത്തോടെയാണ് ഈ ഉത്സവം നടത്തുന്നത്. ഏതാനും ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ മല്ലയുദ്ധ പ്രവീണന്മാർ പങ്കെടുത്ത് തങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ച് രാജാവിൽ നിന്ന് സമ്മാനം വാങ്ങുന്ന പതിവുണ്ടായിരുന്നു. ഉത്സവത്തിന് ജീമൂതൻ എന്നു പേരുള്ള ഒരു മല്ലനും വന്നിട്ടുണ്ടായിരുന്നു. അവൻ മറ്റുള്ള എല്ലാ മല്ലന്മാരെയും തോൽപ്പിച്ച് അജേയനായി അട്ടഹസിച്ചു. അവനോട് എതിരിടുവാൻ ആളില്ലാതായി. എവിടെ നിന്നോ വന്ന ജീമൂതൻ വിരാട രാജധാനിയിലുള്ള എല്ലാ മല്ലന്മാരെയും തോൽപ്പിച്ചപ്പോൾ അത് രാജാവിന് കുറച്ചിലായിട്ട് തോന്നി. ഇവനെ തോൽപ്പിക്കുവാൻ ആരുമില്ലല്ലോ എന്നോർത്ത് വിഷാദിച്ചിരിക്കുമ്പോൾ അടുക്കളക്കാരനായ വല്ലഭന്റെ കാര്യം അദ്ദേഹത്തിന് ഓർമ്മയിലെത്തി. ഭീമാകാരനായ അവനെ ജീമൂതനെ തോൽപ്പിക്കുവാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതി. വല്ലഭനെ ആളയച്ചു വരുത്തി ജീമൂതനായി മല്ലയുദ്ധം നടത്തി അവനെ തോൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തനിക്ക് ഗുസ്തി പിടിക്കുവാൻ അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിയുവാൻ ശ്രമിച്ചെങ്കിലും രാജാവ് വല്ലഭനെ ഒഴിവാക്കിയില്ല. വീണ്ടും വീണ്ടും നിർബന്ധിച്ചു. അവസാനം മനസ്സില്ലാ മനസ്സോടെ എന്ന മട്ടിൽ വല്ലഭൻ ജീമൂതനുമായി ഏറ്റുമുട്ടുവാൻ സമ്മതിച്ചു. നിറഞ്ഞ സദസ്സിന്റെ മധ്യത്തിനുള്ളിൽ രംഗവേദിയിൽ ഇരുവരും പ്രവേശിച്ചു. ദ്വന്ദ്വയുദ്ധം തുടങ്ങി. കാണികൾക്കെല്ലാം കൗതുകം ജനിപ്പിക്കത്തക്കവണ്ണം അവർ ഒപ്പത്തിനൊപ്പം പൊരുതി. രണ്ടുപേരും അവരവരുടെ അഭ്യാസ പാഠവുമെല്ലാം പ്രദർശിപ്പിച്ചു. കാണികൾ ബലേബേഷ് പറഞ്ഞ് ഇരുവരെയും പ്രോത്സാഹിപ്പിച്ചു. വളരെ നേരം ഇപ്രകാരം പൊരുതിക്കഴിഞ്ഞപ്പോൾ വല്ലവൻ ജീമൂതന്റെ കാലിൽ പിടിച്ച് പൊക്കിയെടുത്ത് തലയ്ക്ക് മീതെ അനവധി പ്രാവശ്യം ചുഴറ്റിയിട്ട് നിലത്തേക്ക് ഒരു ഏറ് കൊടുത്തു. നിലത്തു വീണ് കിടന്ന അവന്റെ ശരീരത്തിൽ ശക്തിയായി ചവിട്ടുകയും ചെയ്തു. അതോടെ ജീമൂതൻ കാലപുരി പ്രാപിച്ചു. രാജാവും നാട്ടുകാരും വളരെ സന്തോഷിച്ചു. വിരാട രാജ്യത്തിന്റെ അഭിമാനം കാത്ത വല്ലഭനെ രാജാവ് ശ്ലാഘിക്കുകയും അവന് വിലപിടിപ്പുള്ള പല സമ്മാനങ്ങളും കൊടുക്കുകയും ചെയ്തു. പറയത്തക്ക സംഭവങ്ങളൊന്നുമില്ലാതെ ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 10 മാസം കഴിഞ്ഞു. ഇനിയും 2 മാസം കൂടി മാത്രമേ ഒളിച്ചു പാർക്കേണ്ടി വരുകയുള്ളല്ലോ എന്നോർത്ത് പാഞ്ചാലിയും പാണ്ഡവന്മാരും ആശ്വസിക്കുന്ന കാലത്ത് അജ്ഞാതവാസ രഹസ്യം പുറത്തായി പോകുമോ എന്ന് ഭയപ്പെടത്തക്ക വിധത്തിൽ ചില സംഭവങ്ങളും ഉണ്ടായി. അവിടെ കീചകൻ എന്ന സുദേഷ്ണ രാജ്ഞിയുടെ സഹോദരനുണ്ടായിരുന്നു. അവനാണ് മത്സ്യരാജ്യത്തെ സർവ്വ സൈന്യാധിപൻ. അവൻ യുദ്ധം ചെയ്യുവാൻ സമർത്ഥനാണ്. അവന്റെ യുദ്ധപാടവം കൊണ്ടാണ് ശത്രുക്കളാരും മത്സ്യരാജ്യത്തെ ആക്രമിക്കാത്തത്. അതുകൊണ്ട് വിരാട ഭൂപൻ അവനോട് ഇഷ്ടവും ബഹുമാനവും ഉണ്ടെന്ന് മാത്രമല്ല, അവനെ ഭയവുമാണ്. അവൻ പറയുന്നതും ചെയ്യുന്നതും എന്തായാലും അതിനെ മറുത്ത് അദ്ദേഹം ഒന്നും പ്രവർത്തിക്കുകയില്ല. അവൻ അന്തഃപുരത്തിലും വേണ്ട സ്വാധീനമുണ്ട്. സ്ത്രീലമ്പടനായ അവനെ അന്തഃപുരവാസികൾ ഭയപ്പുണ്ടെങ്കിലും രാജ്ഞിയുടെ സഹോദരനായതുകൊണ്ടും രാജാവിന്റെ മേൽ അവന് അമിതമായ സ്വാധീനമുള്ളതുകൊണ്ടും അവന്റെ ഏതാഗ്രഹങ്ങൾക്കും അവരൊക്കെ വഴങ്ങിക്കൊടുക്കുമായിരുന്നു. അവന്റെ കണ്ണിൽ പെടാതെയാണ് ദ്രൗപദി ഇത്രയും നാൾ അന്തഃപുരത്തിൽ കഴിച്ചുകൂട്ടിയത്. ഒരു ദിവസം യാദൃശ്ചികമായി കീചകൻ സുദേഷ്ണയുടെ അടുത്ത് നിൽക്കുന്ന പാഞ്ചാലിയെ കണ്ടു. ഇത്രത്തോളം സൗന്ദര്യവതിയായ ഒരു തരുണിയെ താൻ അന്നേ വരെ കണ്ടിരുന്നില്ല. അവൻ അവളുടെ അവശ്യമായ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി. കീചകൻ മന്ദം മന്ദം അവളെ സമീപിച്ചു. അവളുടെ സൗന്ദര്യത്തെ വാനോളം പുകഴ്ത്തി. പരിചാരകയായി ജീവിതം വ്യർത്ഥമാക്കാതെ തന്നോട് ചേർന്ന് ജീവിച്ചാൽ താൻ അവളുടെ പരിചാരകനായിരിക്കാമെന്ന് അവൻ പറഞ്ഞു. തന്റെ അഭീഷ്ടത്തെ സാധിച്ചു തരണമെന്ന് അവൻ പാഞ്ചാലിയോട് അപേക്ഷിച്ചു. കീചകന്റെ വാക്കുകൾ പുച്ഛത്തോടെ അവഗണിച്ചുകൊണ്ട് പാഞ്ചാലി പറഞ്ഞു, അപരന്റെ ഭാര്യയിൽ നീ ഒരിക്കലും മനസ്സ് വെക്കരുത്. അക്കാര്യങ്ങൾ പ്രവേശിക്കാതിരിക്കുന്നതാണ് സൽപുരുഷന്മാരുടെ ലക്ഷണം. കിട്ടാത്ത വസ്തുവിൽ കൊതിക്കുന്ന പുരുഷൻ പാപിയാണ്. വ്യാമോഹത്തിൽപ്പെടുന്നവന് ദുഷ്കീർത്തി ഉണ്ടാകും. അതുകൊണ്ട് എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്കുക. അനുയായ വാക്കുകൾ കൊണ്ട് പാഞ്ചാലി വശംവതയാകുന്നില്ലെന്ന് കണ്ടപ്പോൾ കീചകൻ അടവ് മാറ്റി. തന്റെ സ്ഥാനമഹിമയും ശക്തിയും കഴിവുകളും എന്താണെന്ന് പ്രകടമാക്കിക്കൊണ്ട് പാഞ്ചാലിയെ ഭീഷണിപ്പെടുത്തുവാനായി അവന്റെ ശ്രമം തുടങ്ങി. തന്റെ ഇംഗിതത്തിന് വഴിപ്പെട്ടില്ലെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് വരെ സൂചിപ്പിച്ച് സംസാരിച്ചു. പാഞ്ചാലി ഇതൊന്നും കേട്ട് കുലുങ്ങിയില്ല. അവൾ പറഞ്ഞു, ഗന്ധർവന്മാരായ 5 പേർ എൻ്റെ ഭർത്താക്കന്മാരായിട്ടുണ്ട്. അവർ കോപിച്ചാൽ നിന്നെ കൊന്നുകളയും. അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിൽക്കുന്ന കുട്ടി
ചന്ദ്രനെ പിടിക്കുവാൻ കുതിക്കുന്നത് പോലെയാണ് നീ എന്നെ കിട്ടുവാൻ മോഹിക്കുന്നത്. ജീവിച്ചിരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ദുർമോഹം ഉപേക്ഷിച്ച് കളയുക. സ്തുതിച്ചതുകൊണ്ടോ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടോ തനിക്ക് പാഞ്ചാലിയെ നേടുവാൻ കഴിയുകയില്ലെന്ന് കീചകന് ബോധ്യമായി. എന്നാൽ കാമവെറി പൂണ്ട അവൻ പാഞ്ചാലിയെ പ്രാപിക്കാതെ അടങ്ങുകയില്ലെന്ന ദൃഢനിശ്ചയത്തോടെ സഹോദരിയായ സുദേഷ്ണയെ സമീപിച്ചു. മാലിനിയെ എപ്രകാരമെങ്കിലും തനിക്ക് വശംവദയാക്കി തന്നില്ലെങ്കിൽ താൻ ജീവിച്ചിരിക്കുകയില്ലെന്നതുവരെ അവൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. തന്റെ സഹോദരന്റെ ദയനീയമായ നില കണ്ട് പരിതാപം തോന്നിയ രാജ്ഞി അവനൊരു ഉപായം ഉപദേശിച്ചു കൊടുത്തു. അടുത്ത വാവ് ദിവസം നീ മദ്യം തയ്യാറാക്കി വെക്കുക. അത് വാങ്ങിക്കൊണ്ടുവരുവാനായി മാലിനിയെ നിന്റെ ഗൃഹത്തിലേക്ക് അയക്കാം. അപ്പോൾ അവളോട് ഇഷ്ടവാക്കുകൾ പറഞ്ഞ് നിന്റെ ആഗ്രഹം സാധിച്ചു കൊള്ളുക. കീചകൻ തൽക്കാലം സമാധാനപ്പെട്ടു. അവൻ ഗൃഹത്തിലേക്ക് മടങ്ങി. വാവ് ദിവസം സുദേഷ്ണ മാലിനിയോട് കീചക ഗൃഹത്തിൽ പോയി മദ്യം വാങ്ങിക്കൊണ്ടുവരുവാൻ പറഞ്ഞു. കീചകന്റെ ആഗ്രഹപ്രകാരമാണ് രാജ്ഞി തന്നെ അയക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. എങ്കിലും മാലിനി പറഞ്ഞു, അല്ലയോ രാജ്ഞി, കീചകൻ മൂഢനാണ്, കാമാർത്ഥനാണ്. എന്നെ തരത്തിന് കയ്യിൽ കിട്ടിയാൽ നിശ്ചയമായും അവൻ അപമാനിക്കും. ഞാൻ അവൻ്റെ അടുത്തേക്ക് പോവുകയില്ല. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞാനല്ലേ അയക്കുന്നത്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഒരു സ്വർണ്ണപാത്രം എടുത്ത് മാലിനിയുടെ കയ്യിൽ കൊടുത്തിട്ട് രാജ്ഞി വീണ്ടും വീണ്ടും നിർബന്ധിച്ചു. ദൈവം തന്നെ രക്ഷ എന്ന് മനസ്സിൽ നിരൂപിച്ചുകൊണ്ട് പാഞ്ചാലി കീചകന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വിശേഷതരത്തിലുള്ള വിരുന്നുമൊരുക്കി മാലിനിയെ കാത്തിരുന്ന കീചകൻ അവളെ വളരെ ദൂരത്തിൽ കണ്ട മാത്രയിൽ തന്നെ ചാടി എഴുന്നേറ്റ് വാതിൽക്കലേക്ക് ഓടി. പാഞ്ചാലി വാതിൽക്കൽ നിന്നുകൊണ്ട് മഹാരാജ്ഞിക്കുള്ള മദ്യം കൊണ്ടുപോകുവാനാണ് താൻ വന്നിരിക്കുന്നതെന്നും അത് വേഗം തരണമെന്നും ആവശ്യപ്പെട്ടു. മദ്യം മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയച്ചു കൊള്ളാമെന്നും പാഞ്ചാലി വീട്ടിനുള്ളിലേക്ക് കയറി വരണമെന്നും കീചകൻ നിർദ്ദേശിച്ചു. അവൾ വീട്ടിനുള്ളിലേക്ക് കയറുവാൻ കൂട്ടാക്കിയില്ല. മാലിനിക്ക് വേണ്ടി പട്ടുവസ്ത്രങ്ങളും വിലയേറിയ രത്നങ്ങളും മറ്റും താൻ കരുതി വെച്ചിരിക്കുന്നുവെന്നും അകത്ത് കയറി തന്നോടൊപ്പം ഇരുന്ന് അവയെല്ലാം അണിഞ്ഞ് ഉല്ലാസവതിയായി ആനന്ദിക്കാമെന്നും അവൻ നിർദ്ദേശിച്ചു. പാഞ്ചാലി പുച്ഛത്തോടെ അവനെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പാഞ്ചാലി അകത്തേക്ക് കയറുകയില്ലെന്ന് നിശ്ചയമായപ്പോൾ കീചകൻ അവന്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് ദ്രൗപദിയെ പിടിക്കുവാൻ മുതിർന്നു. ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ദ്രൗപദി അവളുടെ ശക്തി മുഴുവൻ സംഭരിച്ചുകൊണ്ട് കീചകനെ ആഞ്ഞു തള്ളി. തള്ളുകൊണ്ട് വിരാടന്റെ സർവ്വസൈന്യാധിപൻ വേരറ്റ വൃക്ഷം പോലെ മലർന്നടിച്ചു വീണു. ഈ തക്കം നോക്കി പാഞ്ചാലി കൊട്ടാരത്തിലേക്ക് ഓടി. അവൾ കൊട്ടാരത്തിലെത്തി. നിലത്തു വീണ കീചകൻ പിടഞ്ഞെണീറ്റ് പാഞ്ചാലിയുടെ പിന്നാലെ ഓടിയെത്തി. അപ്പോഴേക്കും അവർ രാജസന്നിധിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. രാജാവും യുധിഷ്ഠിരനും കൂടി ചൂതാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓടിക്കിതച്ച് രാജാവിന്റെയും യുധിഷ്ഠിരന്റെയും മുന്നിലെത്തിയ പാഞ്ചാലിയെ അവളെ പിന്തുടർന്നെത്തിയ കീചകൻ തലമുടിക്ക് പിടിച്ച് വലിച്ച് നിലത്തിട്ട് ചവിട്ടി. അവൾ നിലവിളിച്ചു. അവളുടെ ആർത്തനാദം കൊട്ടാരത്തിലാകെ മാറ്റൊലിക്കൊണ്ടു. ഇത് കേട്ട ഭീമൻ കയ്യിലിരുന്ന ചട്ടുകവുമായി അവിടെ ഓടിയെത്തി. അവൻ കോപത്തോടെ പല്ലുറുമി. ഇത് കണ്ട കീചകൻ പാഞ്ചാലിയെ കൂടുതലായൊന്നും ഉപദ്രവിച്ചില്ല. എങ്കിലും ഭീമൻ ക്രോധം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ മുറ്റത്തു നിന്ന വൃക്ഷത്തിന്മേൽ ദൃഷ്ടി വായിച്ചു. അത് പിഴുതെടുത്ത് കീചകനെ അടിക്കുവാനാണ് ഭീമന്റെ ഭാവമെന്ന് യുധിഷ്ഠിരൻ മനസ്സിലാക്കി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തങ്ങളുടെ രഹസ്യം പുറത്താവുമെന്ന് ഭയന്ന് യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, എന്താ വല്ലവൻ മരത്തിന്മേൽ സൂക്ഷിച്ചു നോക്കുന്നത്? വിറകിന്റെ ആവശ്യത്തിനാണെങ്കിൽ പുറത്തുപോയി അത് അന്വേഷിക്കുന്നതാണ് നല്ലത്. ഭീമന് കാര്യം മനസ്സിലായി. അവൻ തൽക്കാലത്തിലേക്ക് ഇറങ്ങി. പാഞ്ചാലി കീചകന്റെ അനീതികളെപ്പറ്റി രാജാവിനോട് ആവലാതിപ്പെട്ടു. എന്നാൽ കീചകനെ ഭയന്ന് രാജാവ് മൗനമായിരുന്നതേയുള്ളൂ. ഇതെല്ലാം കണ്ടിരുന്ന ധർമ്മപുത്രർക്ക് കോപവും താപവും ഉണ്ടായി. അദ്ദേഹത്തിന്റെ നെറ്റി വിയർത്തു. അദ്ദേഹം എല്ലാം അടക്കിക്കൊണ്ട് പാഞ്ചാലിയോട് പറഞ്ഞു, മാലിനിയെ, നീ തൽക്കാലം അന്തഃപുരത്തിലേക്ക് പോവുക. നിന്റെ ഗന്ധർവ ഭർത്താക്കന്മാർ ഇതെല്ലാം അറിയുന്നുണ്ട്. അവർ വേണ്ട സന്ദർഭത്തിൽ വേണ്ടത് ചെയ്യാതിരിക്കുകയില്ല. പാഞ്ചാലിയുടെ ആവലാതികൾ കേട്ടുകൊണ്ട് അവിടെ നിന്നിരുന്ന എല്ലാവരും കീചകനെ നിന്ദിക്കുകയും പാഞ്ചാലിയോട് അനുതാപം പ്രകടിപ്പിക്കുകയും ചെയ്തു. മാലിനി അന്തഃപുരത്തിലേക്ക് മടങ്ങി. നടന്ന കാര്യങ്ങളെല്ലാം രാജ്ഞിയെ അറിയിച്ചു. കീചകൻ കാണിച്ച അവിവേകത്തിന് അവനെ വേണമെങ്കിൽ ശിക്ഷിക്കാമെന്നോ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞതല്ലാതെ കാര്യമായി യാതൊരു വിധത്തിലുള്ള സഹതാപവും രാജ്ഞി ദ്രൗപദിയോട് കാണിച്ചിരുന്നില്ല. സമയം അർദ്ധരാത്രിയായി. അരമനയിൽ എല്ലാവരും ഗാഢനിദ്രയിലായി. പാഞ്ചാലി പതുക്കെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. അവിടെ പതിവ് സ്ഥലത്ത് ഭീമൻ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. എക്കാലത്തും ഭീമനായിരുന്നു പാഞ്ചാലിക്ക് വിശ്വസ്തൻ. അവളുടെ ഏതാഗ്രഹവും അവൻ നിറവേറ്റി കൊടുക്കുമെന്ന് അവൾക്കുറപ്പുണ്ടായിരുന്നു.
അവൾ ശബ്ദമുണ്ടാക്കാതെ ഭീമന്റെ അടുത്തെത്തി. അവനെ കെട്ടിവരിഞ്ഞു പുണർന്നു. ഞെട്ടിയുണർന്ന ഭീമൻ അനവസരത്തിൽ ദ്രൗപദിയെ കണ്ടപ്പോൾ പരിഭ്രമിച്ചു. ദ്രൗപദി ചോദിച്ചു, ഭീമ, ഭവാൻ എന്താണ് ഇമ്മാതിരി ചത്ത വിധത്തിൽ കിടന്നുറങ്ങുന്നത്? ഭവാൻ ചത്തിട്ടില്ലെങ്കിൽ ഭാര്യയെ ചവിട്ടിയ ദുർമതി ജീവിച്ചിരിക്കുമോ? ദ്രൗപദിയുടെ ചോദ്യം കേട്ട് ഭീമന്റെ മനസ്സ് പിടച്ചു. ദുഷ്ടനായ കീചകൻ പാഞ്ചാലിയെ അപമാനിക്കുന്നത് കണ്ടിട്ടും പിന്നീട് അതേപ്പറ്റിയൊന്നും ആലോചിക്കാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് അവന് തോന്നി. അവൻ കുറ്റബോധത്തോടെ അവളോട് പറഞ്ഞു, പ്രിയേ, നിന്നെ കീചകൻ അപമാനിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവന്റെ കഥ കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. എന്നാൽ നമ്മുടെ രഹസ്യം വെളിവാക്കുമെന്ന ഭയത്താൽ ജ്യേഷ്ഠൻ എന്നെ നിയന്ത്രിച്ചതുകൊണ്ടാണ് ഞാൻ അടങ്ങിയത്. പക്ഷെ വാടിത്തളർന്നിരിക്കുന്ന നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട കൃഷ്ണയെ, എന്തു ചെയ്യണമെന്ന് പറയൂ, അപ്രകാരം ചെയ്യാം. ദ്രൗപദി മറുപടി പറഞ്ഞു, ഭവാന്റെ ജ്യേഷ്ഠനെന്നും ഇങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചൂതുകളി ഭ്രമം കൊണ്ടല്ലേ നമുക്കെല്ലാം ഈ ഗതി വന്നത്. ചക്രവർത്തിയായ ഇന്ദ്രപ്രസ്ഥത്തിൽ വിരാജിച്ചിരുന്ന അദ്ദേഹം കങ്കനായി വിരാട രാജാവിനെ സേവിക്കുന്നത് കാണുമ്പോൾ എന്റെ നെഞ്ചുരുകയാണ്. ശത്രുക്കൾ ഭയന്നു വിറയ്ക്കുന്ന ഞാണലു പ്രകടിപ്പിക്കുന്ന സവ്യസാചി ഇപ്പോൾ പാട്ടും നൃത്തവുമായി പെൺപിള്ളേരുടെ ഇടയിൽ ഷണ്ടനായി കഴിഞ്ഞുകൂടുന്നത് കാണുമ്പോൾ ഞാൻ ലജ്ജിച്ച് തലകുനിച്ചു പോകുന്നു. കോമള കപോളന്മാരും പരാക്രമികളുമായ നകുല സഹദേവന്മാർ പശുക്കളുടെയും കുതിരകളുടെയും ചാണകഗന്ധമേറ്റ് തൊഴുത്തിൽ കഴിഞ്ഞുകൂടുന്നത് കാണുമ്പോൾ എൻ്റെ കണ്ണുകളിൽ ഈറനൊഴുകുന്നു. ഹേ പരന്തപ, രാജനന്ദിനിയായ എൻ്റെ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഞാൻ പരാക്രമശാലികളായ പാണ്ഡവന്മാരുടെ ധർമ്മപത്നിയാണ്. ദ്രുപദ രാജാവിൻ്റെ ഓമന പുത്രിയാണ്. എന്നിട്ടും ഞാൻ സൈരന്ധ്ര വേഷം കെട്ടി വിരാടരാജ്ഞിയെ കുളിപ്പിക്കുന്നു, അവളെ അലങ്കരിപ്പിക്കുന്നു, കുറിക്കൂട്ടുണ്ടാക്കി കൊടുക്കുന്നു. അതിനുവേണ്ടി ചന്ദനമരസന്റെ കൈകൾ തഴമ്പിച്ചിരിക്കുന്നു. പൊട്ട ചൂതാട്ടക്കാരനായ ജ്യേഷ്ഠ ഭർത്താവ് ചെയ്ത കർമ്മം കൊണ്ടല്ലേ ഈ ദുഃഖമൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. യുധിഷ്ഠിരനെ ഭർത്താവായി ലഭിച്ച സ്ത്രീക്ക് ദുഃഖിക്കാനേ സന്ദർഭമുണ്ടാവുകയുള്ളൂ. അദ്ദേഹം കാണുകയല്ലേ കീചകൻ എന്നെ നിലത്തിട്ട് ചവിട്ടിയത്. ഞാൻ ഇനിയും ജീവിച്ചിരുന്നിട്ട് എന്തു ഫലം? ഇപ്രകാരം പറഞ്ഞ് വിലപിച്ച പാർശ്വതിയുടെ കരങ്ങൾ ഗ്രഹിച്ച് വാത്സല്യത്തോടെ തടവിക്കൊണ്ട് ഭീമൻ പറഞ്ഞു, ഓമനെ, നീ ക്രോധം ഉപേക്ഷിക്കുക. നീ ഇപ്പോൾ പറഞ്ഞത് ജ്യേഷ്ഠൻ അറിയുവാൻ ഇടയായിയാൽ അദ്ദേഹം ജീവൻ നശിപ്പിക്കും. നിന്റെ വാക്കുകൾ എൻ്റെ അനുജന്മാർ കേട്ടാൽ പിന്നെ ആരും ജീവിച്ചിരിക്കുകയില്ല. അവരെല്ലാം ചരമഗതി പ്രാപിച്ചാൽ പിന്നെ ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? സാവിത്രിയുടെയും സീതയുടെയും മറ്റ് കഥകൾ നിനക്കറിവുള്ളതല്ലേ? നീയും അവരെ പോലെ സകല ഗുണങ്ങളും തികഞ്ഞവളാണ്. 13 വർഷം കഴിയുവാൻ ഇനിയും അല്പ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രയും കാലം കൂടി ക്ഷമിക്കുക. നീ വീണ്ടും രാജ്ഞിയായി ആനന്ദിക്കും. ദ്രൗപദി പറഞ്ഞു, നാഥ, ഞാൻ യുധിഷ്ഠിരനെ അധിക്ഷേപിക്കുകയായിരുന്നില്ല. എൻ്റെ ദുഃഖം താങ്ങാനാവാതെ പറഞ്ഞു പോയതാണ്. കീചകൻ എന്നെ വല്ലാതെ അലട്ടുന്നു. അവൻ ഇനിയും എന്നോട് അക്രമം കാണിക്കും. അവൻ ജീവിച്ചിരുന്നാൽ എനിക്കിവിടെ ജീവിക്കുവാൻ സാധ്യമല്ല. ദ്രൗപദി പൊട്ടിക്കരഞ്ഞു. അവൾ ഭീമന്റെ മാറിൽ തലചായിച്ചുകൊണ്ട് ഏങ്ങലടിച്ചു. ഭീമൻ ദ്രൗപദിയെ പുൽകി സ്വാന്തന വചനങ്ങൾ പറഞ്ഞു. ദ്രൗപദിയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഭീമൻ അമർഷത്തോടെ പറഞ്ഞു, നാളെ രാത്രി നീ കീചകനെയും പ്രതീക്ഷിച്ച് നാടകപുരയിൽ കാത്തിരിക്കുമെന്ന് അവനെ അറിയിക്കുക. അവൻ നിശ്ചയമായിട്ടും അവിടെ എത്തും. അടുത്ത ദിവസത്തെ പ്രഭാതം കാണുവാൻ അവനിടായവുകയില്ല. നീ സമാധാനത്തോടു കൂടി പോവുക. പാഞ്ചാലി സമാധാന ചിത്തയായി അന്തഃപുരത്തിലേക്ക് മടങ്ങി. മറ്റുള്ളവരാരും അറിയാതെ അവളുടെ കിടക്കയിൽ വന്ന് കിടന്നു. അവൾക്ക് അശേഷം ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. നേരം പുലരുന്നതും കാട്ട് അവൾ കഴിച്ചുകൂട്ടി. മാലിനിയെ കണ്ടതിനു ശേഷം കീചകൻ എല്ലാ ദിവസവും അന്തഃപുരത്തിൽ വരാറുണ്ട്. അന്നും മാലിനി അവന്റെ വരവ് കാത്തിരുന്നു. പതിവ് പോലെ അവൻ വന്നെത്തി. അവൻ കാണാവുന്ന ഒരു സ്ഥലത്താണ് ദ്രൗപദി നിന്നിരുന്നത്. അവളെ കണ്ടയുടൻ തന്നെ ശൃംഖാച ചിരിയോടെ കീചകൻ അവളുടെ അടുത്തെത്തി. തലേ ദിവസം രാജാവിന്റെ മുന്നിൽ വെച്ച് താൻ അവളെ ചവിട്ടി. അത് കണ്ട രാജാവൊന്നും മിണ്ടിയില്ല. അപ്പോൾ തന്റെ പദവി രാജാവിന് തുല്യമാണെന്ന് അവൾ ധരിച്ചു കാണണം. അങ്ങനെയുള്ള തന്റെ ഇംഗിതത്തിന് അവൾ വഴങ്ങാതിരിക്കുകയില്ല എന്നിങ്ങനെയുള്ള ചിന്തയോടെയാണ് കീചകൻ പാഞ്ചാലിയെ സമീപിച്ചത്. അവൻ പറഞ്ഞു, മാലിനി, എന്നെ ധിക്കരിച്ചാൽ അത് നിനക്ക് ആപത്തിനിടയാകും. എൻ്റെ ഇംഗിതത്തിൽ വഴിപ്പെട്ടാൽ നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാം. നിനക്ക് എന്ത് തരുന്നതിന് ഞാൻ തയ്യാറാണ്. നമുക്ക് ആനന്ദരമായി ഒന്നു ചേരാം. ഉള്ളിൽ വന്ന ക്രോധത്തെയും വെറുപ്പിനെയും പുറത്തു പ്രകടിപ്പിക്കാതെ അടക്കിക്കൊണ്ട് ഒരു കപട പുഞ്ചിരിയോടെ മാലിനി പറഞ്ഞു, ഞാൻ നിനക്ക് വിധേയയാവാം. എന്നാൽ അത് ആരും അറിയരുത്. ഇന്ന് രാത്രി നീ നാടകപുരയിൽ വരിക. ഞാൻ അവിടെ നിന്നെ കാത്തിരിക്കും. പാഞ്ചാലിയുടെ മറുപടി കീചകന്റെ കർണങ്ങൾക്ക് പീയൂഷധാരയായിരുന്നു. അവന്റെ ഹൃദയം ആനന്ദസാഗരത്തിൽ ആറാടി.
അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് ദ്രൗപദിയെ പ്രേമപൂർവ്വം കടാക്ഷിച്ചിട്ട് കീചകൻ തന്റെ ഗൃഹത്തിലേക്ക് മടങ്ങി. കൊട്ടാരത്തിലെ നാടകപ്പുരയിലാണ് ബൃഹന്നള കുട്ടികളെ പാട്ടും നൃത്തവും പഠിപ്പിക്കുന്നത്. പകൽ മാത്രമേ അവിടെ ആളുണ്ടായിരിക്കുകയുള്ളൂ. രാത്രിയിൽ ഒഴിഞ്ഞുകിടക്കും. ആൾ സഞ്ചാരവുമില്ല. രാത്രിയായപ്പോൾ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞ് ഭീമൻ നാടകപ്പുരയിലെത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു കട്ടിലിൽ കീചകനെയും പ്രതീക്ഷിച്ചുകൊണ്ട് മൂടിപ്പുതച്ച് കിടന്നു. മാലിനിയുടെ അടുക്കൽ നിന്ന് ഗൃഹത്തിലെത്തിയ കീചകന് ഓരോ നിമിഷവും ഓരോ യുഗം പോലെയാണ് അനുഭവപ്പെട്ടത്. അവനൊരു കണക്കിന് രാത്രിയാവുന്നതുവരെ കഴിച്ചുകൂട്ടി. എല്ലായിടത്തും എല്ലാവരും ഉറക്കമായപ്പോൾ നാടകപ്പുരയിലേക്ക് പുറപ്പെട്ടു. മോടിയേറിയ വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധദ്രവ്യങ്ങളും പൂശി അഴകിയ രാവണന്റെ മട്ടിലായിരുന്നു പുറപ്പാട്. അവൻ നാടകപ്പുരയിൽ പ്രവേശിച്ചു. കൂരിരുട്ടെങ്ങും നിറഞ്ഞു നിന്നിരുന്നു. എങ്കിലും കട്ടിലിൽ ആരോ മൂടിപ്പുതച്ച് കിടപ്പുണ്ടെന്ന് അവന് മനസ്സിലായി. മാലിനി ആയിരിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ കട്ടിലിൽ ചെന്നിരുന്ന് അതിന്മേൽ കിടന്ന അവളെ കുലുക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഓമനെ, ഞാനിതാ വന്നിരിക്കുന്നു, എഴുന്നേൽക്കുക. ഭീമൻ ഒന്നും പറയാതെ കീചകനെ പിടിച്ച് തന്റെ കൂടെ കിടത്തി. മാലിനിയോട് ഒത്തുചേരുമെന്നുള്ള ധാരണയിൽ സന്തോഷം കൊണ്ട് മതിമറന്ന് അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ കീചകൻ ഭീമനോട് ചേർന്ന് കിടന്നു. ഭീമൻ തന്റെ ബലിഷ്ഠമായ കൈകൾ കൊണ്ട് കീചകനെ ആലിംഗനം ചെയ്തു. എന്ത്, മാലിനിക്ക് ഇത്രയേറെ ശക്തിയുണ്ടോ? അതോ ഇത് മാലിനി അല്ലെന്നുണ്ടോ? കീചകൻ ഇപ്രകാരം ചിന്തിച്ചപ്പോഴേക്കും ഭീമന്റെ ശക്തമായ കരങ്ങൾ കീചകനെ ചുറ്റി വരിഞ്ഞു. കീചകന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. തന്നെ പിടിച്ചിരിക്കുന്നത് മാലിനി അല്ലെന്ന് അവന് മനസ്സിലായി. അവൻ സർവശക്തിയും ഉപയോഗിച്ച് ഭീമന്റെ പിടിയിൽ നിന്ന് കുതറി എഴുന്നേറ്റു. അപ്പോൾ ഭീമനും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. തന്നെ പിടിച്ചവൻ ആരായാലും അവനെ വകവരുത്തണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ കീചകൻ ഭീമനെ പിടികൂടി. ഭീമൻ കീചകനെയും കടന്നാക്രമിച്ചു. രണ്ടുപേരും കൂടി കൂരിരുട്ടിൽ ഭയങ്കരമായ യുദ്ധം നടത്തി. രണ്ടുപേരുടെയും കയ്യിലും ആയുധങ്ങളൊന്നുമില്ല. ഇടിയും തൊഴിയും പിടിച്ചെരിഞ്ഞെരിക്കലും എന്ന വിധത്തിലാണ് ഇരുവരും പോരാടിയത്. കീചകൻ അതിശക്തനായിരുന്നുവെങ്കിലും ഭീമന്റെ ഭുജപ്പല പരാക്രമത്തിന്റെ മുന്നിൽ അവന് ഭീമനുമായി പിടിച്ചു നിൽക്കുവാൻ കഴിയില്ലായിരുന്നു. അവൻ അശക്തൻ തന്നെയായിരുന്നു. അധിക സമയം അവന് ഭീമനുമായി പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അല്പസമയത്തിനുള്ളിൽ അവൻ ക്ഷീണിതനായി. ആ തക്കം നോക്കി ഭീമൻ അവനെ പൊക്കിയെടുത്ത് നിലത്തേക്ക് ആഞ്ഞുകുത്തി. അവന്റെ എല്ലുകൾ പലതും ഒടിഞ്ഞ് ശരീരത്തിനകത്തേക്ക് തന്നെ കുത്തിക്കേറി. കീചകൻ അതോടെ യമലോകത്തേക്ക് യാത്രയായി. ഭീമനൊന്നും അറിയാത്തവനെ പോലെ അടുക്കളയിലെത്തി പതിവ് സ്ഥലത്ത് കിടന്നുറക്കവുമായി. ഭീമനും കീചകനുമായുള്ള മൽപ്പിടുത്തം പാഞ്ചാലി മറഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. കീചകൻ മരിച്ചെന്നുറച്ചപ്പോൾ അവൾ നിസ്സീമമായ സന്തോഷത്തോടെ അന്തഃപുരത്തിലേക്ക് മടങ്ങി. പ്രഭാതത്തിൽ രാജ്ഞി ശയ്യാഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ തന്നെ കീചകനെ തന്റെ ഭർത്താക്കന്മാരായ ഗന്ധർവന്മാർ കൊന്നുവെന്നുള്ള വിവരം അറിയിച്ചു. പരിഭ്രാന്തരായ രാജ്ഞിയും മറ്റും നാട്യശാലയിലേക്ക് ഓടി. അവിടെ കണ്ട ദാരുണമായ കാഴ്ച എല്ലാവരെയും ഞെട്ടിച്ചു. കീചകന്റെ കയ്യും കാലും പല കഷ്ണങ്ങളായി ഒടിഞ്ഞിരിക്കുന്നു. തല ചതഞ്ഞരഞ്ഞിട്ടുണ്ട്. വായിൽ കൂടിയും മൂക്കിൽ കൂടിയും ഒലിച്ചിറങ്ങിയ രക്തം തളം കെട്ടിക്കിടക്കുന്നു. ഭീമത്സമായ ശവശരീരം കണ്ട് രാജ്ഞി വാവിട്ട് നിലവിളിച്ചു. രാജദൂതന്മാർ ഉടൻ തന്നെ വിവരം രാജാവിനെ അറിയിച്ചു. അദ്ദേഹവും അത്യധികം വ്യസനിച്ചു. വിവരമറിഞ്ഞ് കീചകന്റെ ബന്ധുമിത്രാദികളെല്ലാം സ്ഥലത്തെത്തി. ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു. സന്ധ്യ ആയതോടുകൂടി ശവശരീരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുവാൻ തയ്യാറാക്കി. അധികം അകലെയല്ലാതെ മാലിനി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കീചകന്റെ ബന്ധുക്കളിൽ ചിലർ അവളെ കണ്ടു. ഇവൾ കാരണമാണല്ലോ കീചകൻ മരിച്ചതെന്നോർത്തപ്പോൾ അവർക്ക് അവളോട് ഒടുങ്ങാത്ത പക തോന്നി. അവളെ കൂടി കീചകനൊപ്പം ചുടണമെന്ന് അവൾ അഭിപ്രായപ്പെട്ടു. അവരുടെ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചു. അവർ രാജാവിന്റെ സമ്മതം വാങ്ങി. രാജ്ഞിയും അതിനെ അനുകൂലിച്ചു. മാലിനിയെ ഓടിച്ചിട്ട് പിടിച്ച കീചകന്റെ ശവത്തോടൊപ്പം വെച്ച് കിട്ടി. അവളുടെ ധീനരോധനം ആരും കാര്യമായി എടുത്തില്ല. അവർ ശ്മശാനത്തിലേക്ക് പുറപ്പെട്ടു. അവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഭീമൻ വിവരമറിഞ്ഞത്. അവൻ ശ്മശാനത്തിലേക്ക് കുതിച്ചു. അവർ ശ്മശാനത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഭീമൻ അവരെ തടഞ്ഞു നിർത്തി. അവിടെ കണ്ട ഒരു വലിയ മരം പിഴുതെടുത്ത് അവരെ ആക്രമിച്ചു. കീചകനെ കൊന്ന ഗന്ധർവനാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് വിശ്വസിച്ച് കീചകന്റെ ബന്ധുക്കൾ ഭീമന്റെ ആക്രമണത്തെ നേരിടുവാൻ കഴിയാതെ ശവശരീരം അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു. അതിനിടയ്ക്ക് അവരിൽ 105 പേരെ ഭീമൻ കാലുപുരയ്ക്ക് അയച്ചു കഴിഞ്ഞിരുന്നു. ശവമഞ്ചത്തിൽ കെട്ടിപ്പെട്ടിരുന്ന പാഞ്ചാലിയുടെ കെട്ടുകളഴിച്ച് അവളെ മോചിപ്പിച്ചു. പാഞ്ചാലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ മോചിപ്പിച്ച ഗന്ധർവേന്ദ്രന് നന്ദി. ഭീമൻ അവളെ സ്വാന്തനപ്പെടുത്തി അരമനയിലേക്ക് അയച്ചു. കീചകന്റെ ബന്ധുമിത്രാദികളിൽ അനവധി പേരെ കൊന്നുകൊണ്ട് ജനങ്ങൾ ഭയവിഹുലരായി. അവർ രാജാവിനെ സമീപിച്ചു പറഞ്ഞു, രാജാവേ, ഈ സൈരന്ധ്രിയെ ഇനിയും കൊട്ടാരത്തിൽ താമസിപ്പിക്കുന്നത് നന്നല്ല. അവളുടെ ഗന്ധർപ്പ ഭർത്താക്കന്മാർ അതീവ ശക്തന്മാരാണ്. അവർ മൂലം നമ്മുടെ രാജ്യത്തിന് കൂടുതൽ ആപത്തുണ്ടാകും. പൊതുജനങ്ങൾ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് രാജാവിന് തോന്നി.
മരിച്ചവരെ ദഹിപ്പിച്ച് അവരുടെ അപരക്രിയകളെല്ലാം വേണ്ടവണ്ണം ചെയ്യുന്നതിന് ഏർപ്പാടിയാക്കിയിട്ട് രാജാവ് പത്നിയുടെ അടുത്തെത്തി. മാലിനിയെ ഉടൻ തന്നെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തുവിടണമെന്ന് രാജ്ഞിക്ക് നിർദ്ദേശം കൊടുത്തു. തന്റെ സഹോദരന്റെ മരണത്തിനിടയാക്കിയ സൈരന്ധ്രിയെ കൊട്ടാരത്തിൽ നിന്ന് പുറക്കാക്കുന്നതിന് രാജ്ഞിക്ക് സമ്മതമായിരുന്നു. അവർ മാലിനിയെ വിളിപ്പിച്ചു പറഞ്ഞു. പാഞ്ചാലി ഭീമനോട് യാത്ര പറഞ്ഞ് കുളിച്ച് വസ്ത്രം മാറി രാജ്ഞിയുടെ മുമ്പാകെ എത്തി. രാജ്ഞി അവളോട് പറഞ്ഞു, മാലിനി, നിനക്ക് ഗന്ധർവബാധയുണ്ടെന്നറിഞ്ഞ് രാജാവ് ഭയപ്പെട്ടിരിക്കുകയാണ്. നീ ഇവിടെ താമസിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് നിനക്കിഷ്ടമുള്ളിടത്തേക്ക് പോകാം. മാലിനി പറഞ്ഞു, പ്രിയപ്പെട്ട രാജ്ഞി, എൻ്റെ ഗന്ധർവ ഭർത്താക്കന്മാർ അകാരണമായി ആരെയും ഉപദ്രവിക്കുകയില്ല. അവർ വളരെ നല്ലവരാണ്. 13 ദിവസം കൂടി ഞാനിവിടെ താമസിക്കുന്നതിന് അനുവദിക്കുക. അത് കഴിയുമ്പോൾ അവർ ഇവിടെ നിന്ന് എന്നെ കൊണ്ടുപോയിക്കൊള്ളും. അവർ രാജാവിനും രാജ്ഞിക്കും രാജ്യത്തിനും വേണ്ട വിധത്തിലുള്ള ശ്രേയസ് ഉണ്ടാക്കിത്തരും. ഞാൻ പറയുന്നത് സത്യമാണ്. എന്നെ പൂർണ്ണമായി വിശ്വസിക്കുക. രാജ്ഞി ഇത് കേട്ടൊന്നും പറഞ്ഞില്ല. പാഞ്ചാലി ഉടൻ തന്നെ കൊട്ടാരത്തിൽ നിന്ന് പോകുവാൻ നിർബന്ധിച്ചതുമില്ല. അങ്ങനെയിരിക്കെ പാണ്ഡവന്മാരുടെ അജ്ഞാതവാസകാലത്ത് അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർ വീണ്ടും 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും ചെയ്യേണ്ടി വരുമെന്നായിരുന്നല്ലോ ചൂത് കളിക്കുമ്പോഴുള്ള കരാറ്. അജ്ഞാതവാസം തുടങ്ങിയപ്പോൾ ദുര്യോധനനും കൂട്ടരും പാണ്ഡവന്മാരെ കണ്ടുപിടിക്കുവാനായി എല്ലാവിധത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അവർ എല്ലാ രാജ്യങ്ങളിലേക്കും ചാരന്മാരെ നിയോഗിച്ചിരുന്നു. എന്നാൽ പാണ്ഡവന്മാരെ പറ്റി ഒരു വിവരവും ചാരന്മാർക്ക് ലഭിച്ചില്ല. എങ്കിലും രാജ്യങ്ങൾ തോറും സഞ്ചരിച്ചിരുന്ന ചാരന്മാർ ഓരോ രാജ്യങ്ങളിലെയും വിശേഷങ്ങൾ അപ്പോൾ ദുര്യോധനനെ അറിയിച്ചുകൊണ്ടേയിരുന്നു. പാണ്ഡവന്മാരെ കണ്ടുപിടിക്കുവാൻ കഴിയാതിരുന്നതിൽ ദുര്യോധനാദികൾക്ക് കടുത്ത നിരാശയുണ്ടായിരുന്നു. അജ്ഞാതവാസക്കാലം അവസാനിക്കാറായി. ഇനിയും കുറച്ചു ദിവസങ്ങൾ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കൂടുതൽ സമർത്ഥന്മാരായ ചാരന്മാരെ നിയോഗിച്ച പാണ്ഡവരെ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കണമെന്ന് ശകുനിയും കർണനും മറ്റും അഭിപ്രായപ്പെട്ടു. ഒരു ദിവസം പതിവ് പോലെ രാജസഭ കൂടി. മഹാമയൻ ഭീഷ്മർ, മഹാഗുരു ദ്രോണർ, മഹാനായ കൃപൻ, മഹാശക്തിശാലിയായും ബുദ്ധിശാലിയുമായി കണക്കാക്കപ്പെടുന്നത് ശകുനി മുതലായവർ എല്ലാവരും തന്നെ ആ സഭയിൽ ഹാജരായിട്ടുണ്ടായിരുന്നു. കൂടാതെ ദുര്യോധനന്റെ സ്നേഹിതനും തൃകർത്ത രാജ്യത്തിലെ രാജാവുമായ സുശർമനും ഉണ്ടായിരുന്നു. ചില ഭാഗങ്ങളിലേക്ക് പോയിരുന്ന ചാരന്മാർ സഭയിലെത്തി. അവർ നാട്ടിലും നഗരത്തിലും വനത്തിലുമൊക്കെ പാണ്ഡവന്മാരെ അന്വേഷിച്ച് നടന്നിട്ടും എങ്ങും അവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെന്നുള്ള വിവരം അറിയിച്ചു. അക്കൂട്ടത്തിൽ അവർ വിരാട രാജ്യത്തിൽ പോയതും അവിടുത്തെ സൈന്യാധിപനും രാജാവിന്റെ സാല്യനുമായ കീചകനെ ചില ഗന്ധർവന്മാർ കൊന്നതുമായ വൃത്താന്തം സംസാരത്തിൽ പറയുകയുണ്ടായി. ശരീരബലം കൊണ്ടും അഭ്യാസ പാടവം കൊണ്ടും അജയനായിരുന്ന കീചകനെ കൊന്നുവെന്ന് കേട്ടപ്പോൾ അതിലൊരു പാണ്ഡവന്മാർക്ക് പങ്കുണ്ടോ എന്ന സംശയം ചിലർക്കുണ്ടാകാതിരുന്നില്ല. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന് ചിലർ അഭിപ്രായപ്പെടുകയും ചെയ്തു. എങ്കിലും കീചകന്റെ മരണത്തിന് കൗരവർ അത്ര വലിയ പ്രാധാന്യമൊന്നും കൽപ്പിച്ചില്ല. എന്നാൽ ആ സഭയിലുണ്ടായിരുന്ന തൃകർത്ത രാജാവ് സുശർമന് കീചകന്റെ മരണം വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്തയായിരുന്നു. അദ്ദേഹത്തിന് പലപ്പോഴും വിരാട രാജധാനിയുമായി ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം അയാൾക്ക് തോൽവിയും പറ്റിയിട്ടുണ്ട്. വിരാടന്റെ വിജയത്തിന്റെ ഏക കാരണം സർവ്വസൈന്യാധിപനായ കീചകന്റെ അപാരമായ കഴിവുകളായിരുന്നു. കീചകൻ മരിച്ചത് മൂലം വിരാടൻ ചിറകറ്റ പക്ഷിയെപ്പോലെ ആയിരിക്കുന്നു. വിരാടനോടുള്ള പക വീട്ടുവാൻ ഇതാണ് പറ്റിയ അവസരമെന്ന് സുശർമന് തോന്നി. കൗരവരുടെ സഹായം കൂടി ഉണ്ടായാൽ വിരാടനെ നിഷ്പ്രയാസം തോൽപ്പിക്കാമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. സുശർമൻ പറഞ്ഞു, മത്സരാജ്യം വളരെ ധന്യസമൃദ്ധിയുള്ള നാടാണ്. 100,000 പല വിധത്തിലുള്ള ഒന്നാം തരം പശുക്കൾ അവിടെയുണ്ട്. സ്വർണം, വെള്ളി, രത്നം തുടങ്ങിയവയുടെ ഒരു വലിയ ശേഖരം വിരാടത്തിനുണ്ട്. കീചകന്റെ മരണത്തോടുകൂടി ശക്തി ക്ഷയിച്ചിരിക്കുന്ന വിരാട രാജാവിനെ ആക്രമിച്ച് അവന്റെ രാജ്യവും ധനവും കൈവശപ്പെടുത്തുവാൻ പറ്റിയ അവസരമാണിത്. കൂടാതെ വിരാടൻ കൗരവരുടെ എതിർചേരിയിൽ പ്രവർത്തിക്കുന്ന രാജാവെന്ന നിലയ്ക്ക് അവന്റെ ശക്തി ക്ഷയിപ്പിക്കേണ്ടത് ആവശ്യവുമാണല്ലോ. സുശർമന്റെ അഭിപ്രായം സ്വീകാര്യമാണെന്ന് ദുര്യോധനന് തോന്നി. കർണനും ശകുനിയും അത് ശരിവെക്കുകയും ചെയ്തു. ധാരാളം ഗോസമ്പത്തുള്ള രാജ്യമാണ് വിരാടം. അത് മുഴുവൻ പിടിച്ചെടുത്താൽ അവരുടെ ശക്തിയും അഹങ്കാരവും കുറയും. പിന്നെ വലിയ യുദ്ധവുമൊന്നുമില്ലാതെ അവർ കീഴടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് വിരാട രാജ്യത്തെ തന്നെ ആക്രമിച്ച് കീഴടക്കുന്നതിന് മുമ്പായി അവിടെയുള്ള പശുക്കളെയെല്ലാം പിടിച്ചെടുക്കണമെന്ന് ദുര്യോധനൻ നിർദ്ദേശിച്ചു. ആ നിർദ്ദേശം എല്ലാവർക്കും സ്വീകാര്യമായി. സുശർമൻ തൃകൃത്തിയിലേക്ക് മടങ്ങി. സൈന്യവുമായി വിരാട രാജ്യത്തിന്റെ അതിർത്തിയിലെത്തുവാനും അപ്പോഴേക്കും കൗരവരും സൈന്യസമേതം വിരാട രാജ്യത്തിലേക്ക് എത്തിക്കൊള്ളുവാനും ഇരുകൂട്ടരും വിരാടത്തിലെ പശുക്കളെയെല്ലാം അപഹരിച്ചു പോകുന്നതിനും തീർച്ചപ്പെടുത്തി. സുശർമൻ തൃകൃത്തിയിലേക്ക് മടങ്ങി. സൈന്യങ്ങളെയെല്ലാം സജ്ജീകരിച്ച് വിരാടത്തിലേക്ക് പുറപ്പെട്ടു. അവർ നഗരത്തിനടുത്തെത്തി. വിരാട രാജാവിന്റെ വലിയ ഗോശാലകൾ അവിടെ ഉണ്ടായിരുന്നു.
സൈന്യം ഗോശാലകൾ വളഞ്ഞു. ഏതാനും ഗോപാലകന്മാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഭടന്മാർ അവരെ കഠിനമായി മർദ്ദിച്ചു. പശുക്കളെ ഗോശാലകൾക്ക് പുറത്തിറക്കി തൃകർത്തയിലേക്ക് തെളിച്ചു കൊണ്ടുപോയി. ഗോപാലകന്മാർ വിരാട രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. നടന്ന വിവരമെല്ലാം രാജാവിനെ അറിയിച്ചു. ഉടൻ തന്നെ സൈന്യങ്ങളെ സജ്ജീകരിച്ച് തൃകർത്തന്മാരെ പിന്തുടർന്ന് പശുക്കളെ വീണ്ടെടുക്കുവാനായി രാജാവ് കൽപ്പന നൽകി. സേനാനായകന്മാർ സൈന്യങ്ങളെ ഒരുക്കി. ഗോഹർണ വാർത്തയറിഞ്ഞ് ധാരാളം ജനങ്ങൾ കൊട്ടാരത്തിൽ തടിച്ചുകൂടി. തൃകർത്തന്മാരോട് ഏറ്റുമുട്ടുവാൻ വിരാട രാജാവിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സൈന്യത്തോടൊപ്പം അവരും ചേർന്നു. കങ്കനെയും വല്ലഭനെയും ഗ്രന്ഥികനെയും തന്ത്രിവാലിനെയും കൂടി പോരിന് കൊണ്ടുപോകണമെന്ന് രാജാവ് നിർദ്ദേശിച്ചു. അങ്ങനെ യുധിഷ്ഠിരനും ഭീമനും നകുലനും സഹദേവനും പോർച്ചട്ടയണിഞ്ഞ് വിരാട സൈന്യത്തോടൊപ്പം പോയി. അവരെല്ലാം ക്ഷണനേരം കൊണ്ട് തൃകർത്താ സൈന്യത്തെ പിന്തുടർന്നു. വിരാട സൈന്യം തങ്ങളെ അനുവാദനം ചെയ്ത് സമീപത്തെത്തിയെന്ന് മനസ്സിലാക്കിയ സുശർമൻ തന്റെ സൈന്യത്തെ തിരിച്ചു നിർത്തി പോരിന് തയ്യാറായി. വിരാട സൈന്യം തൃകർത്ത സൈന്യവുമായി ഏറ്റുമുട്ടി. പശുക്കളെ നിയന്ത്രിക്കുവാനും നയിക്കുവാനും ആളില്ലാതെ വന്നപ്പോൾ അവ സ്വാഭാവികമായി അവയുടെ തൊഴുത്തിലേക്ക് മടങ്ങി. അപ്രകാരം മടങ്ങിയെത്തിയ പശുക്കളെ ഗോപാലകന്മാർ തൊഴുത്തിൽ കയറ്റി ബന്ധിക്കുകയും ചെയ്തു. ഉഗ്രമായ ഒരു യുദ്ധമാണ് അവിടെ നടന്നത്. ഇരുവിഭാഗങ്ങളിലും ധാരാളം ആളുകൾ മരിച്ചു വീണു. തേരുകൾ തകർന്നു വീണു. അസ്ത്രങ്ങളേറ്റ ആനകൾ വരണ്ടോടി. അമ്പുകളേറ്റ അശ്വങ്ങൾ തങ്ങളുടെ പുറത്തിരുന്ന യോദ്ധാക്കളെ മറിച്ചിട്ട് മണ്ടി ഒളിച്ചു. അമ്പുകൾ, വാളുകൾ, വേലുകൾ, ഗദകൾ ഇവയെ കൊണ്ടൊക്കെ ഇരു സൈന്യങ്ങളും തമ്മിൽ പോരാടി. പടക്കളത്തിൽ നിന്നുയർന്ന പൊടിപടലം കൊണ്ട് പരസ്പരം കാണുവാൻ തന്നെ വിഷമമായി. ഇതിനിടയ്ക്ക് തൃകർത്ത രാജാവും വിരാട രാജാവും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടി. ഉഗ്രമായ പോരാട്ടത്തിന്റെ അവസാനത്തിൽ സുശർമൻ വിരാടന്റെ സൂതനെ കൊന്നു. കുതിരകളെ എയ്തു വീഴ്ത്തി. രഥം ചിന്ന ഭിന്നമാക്കി. ഇനി എന്തെന്ന് വിചാരിച്ച വിരാടൻ നിലാരംഭനായി നിൽക്കുമ്പോൾ ഞൊടിയിട കൊണ്ട് തൃകർത്തൻ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി വിരാടനെ പിടികൂടി. അവൻ പിടിച്ചു വലിച്ചു. തന്റെ രഥത്തിൽ കയറ്റി. സുശർമൻ തേരോടിച്ചുപോയി. തങ്ങളുടെ രാജാവിനെ എതിരാളി ബന്ധനസ്ഥയാക്കിയെന്നറിഞ്ഞപ്പോൾ വിരാട സൈന്യം ഭീതിയോടെ തിരിഞ്ഞ് ഓടുവാൻ തുടങ്ങി. ഇത് കണ്ട് യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, ഭീമ, വിരാട രാജാവ് നമ്മെ ബഹുമാനപൂർവ്വം സംരക്ഷിച്ചവനാണ്. അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ആകയാൽ നീ അദ്ദേഹത്തെ ബന്ധന വിമുക്തനാക്കണം. ജ്യേഷ്ഠന്റെ ആജ്ഞ ഞാൻ ഉടനെ നിർവഹിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഭീമൻ അടുത്തു നിന്നിരുന്ന ഒരു വലിയ വൃക്ഷം പിഴുതുന്നതിന് ഒരുമ്പിട്ടു. യുധിഷ്ഠിരൻ ഭീമനെ തടുത്തിട്ട് പറഞ്ഞു, മരം അവിടെ നിൽക്കട്ടെ. മരം കൊണ്ട് നീ അമാനുഷ്യകൃത്യം ചെയ്താൽ നീ ഭീമനാണെന്ന് എല്ലാവരും അറിയും. അതിനിടവരുത്തേണ്ട. മനുഷ്യോചിതമായ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ മതി. മാധുരയന്മാരും നിനക്ക് തുണയ്ക്കായി ഉണ്ടാവും. ഭീമനും നകുലനും സഹദേവനും സുശർമാവിന്റെ തേരിന് പിന്നാലെ കുതിച്ചു. നിമിഷ നേരത്തിനുള്ളിൽ അവർ സുശർമാവിനോട് ഏറ്റുമുട്ടി. പാമ്പിനെ തല്ലിക്കൊല്ലുന്ന ലാഘവത്തോടെ സുശർമന്റെ ചുറ്റിനുമുണ്ടായിരുന്ന ഭടന്മാരെ ഭീമൻ ഗദ കൊണ്ട് അടിച്ചു വീഴ്ത്തി. സുശർമൻ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. മാതൃ സൂതന്മാർ വാളുകൊണ്ട് തൃകർത്ത സൈന്യങ്ങളെ അരിഞ്ഞു വീഴ്ത്തി. യുധിഷ്ഠിരനും വെറും കാഴ്ചക്കാരനായിരുന്നില്ല. കൂർത്ത മൂർത്ത അസ്ത്രങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വെള്ളപ്പാച്ചിൽ പോലെ അദ്ദേഹത്തിന്റെ വില്ലിൽ നിന്ന് ശത്രു സൈന്യത്തിന്മേൽ പതിച്ചു. സുശർമന് ഗത്യന്തരമില്ലാതെയായി. തന്റെ ജീവൻ പോലും അപകടത്തിലായിരിക്കുന്നുവെന്ന് അവന് മനസ്സിലായി. അവൻ തേരിൽ നിന്ന് ചാടിയിറങ്ങി ഓട്ടം ആരംഭിച്ചു. എന്നാൽ ക്ഷണനേരം കൊണ്ട് അവന്റെ പിന്നിലെത്തി സിംഹം മാനിനെ പിടിക്കുന്നത് പോലെ ഭീമൻ അവനെ പിടികൂടി. അവന്റെ മുടിക്ക് പിടിച്ചു വലിച്ച് അവനെ നിലത്തേക്കിട്ടു. അതോടൊപ്പം കാലുകൊണ്ട് അവന്റെ തലയ്ക്കൊരു ചവിട്ടും കൊടുത്തു. അയ്യോ, എന്നെ കൊല്ലരുതേ എന്ന് നിലവിളിച്ചുകൊണ്ട് രാജാവ് ബോധം കെട്ട് വീണു. ഉടൻ തന്നെ ഭീമൻ അവന്റെ കൈകളും കാലുകളും ബന്ധിച്ച് അവനെ തേരിലെടുത്ത് യുധിഷ്ഠിരന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. പാണ്ഡവന്മാരുടെ ഉഗ്രമായ ആക്രമണമേറ്റ് തൃകർത്ത സൈന്യം നട്ടം തിരിഞ്ഞു. അപ്പോഴാണ് രഥത്തിൽ നിന്നും അവരവരുടെ രാജാവ് ഇറങ്ങിയോടിയതും അദ്ദേഹം ഭീമന്റെ കൈകളിൽ ബന്ധനസ്ഥനായി അകപ്പെട്ടതും അവർ കാണുന്നത്. അവർ പരാജയബോധത്തോടെ പിന്തിരിഞ്ഞോടുവാൻ തുടങ്ങി. ഭീമൻ ധർമ്മപുത്രരുടെ മുന്നിലെത്തി. തൃകർത്തന്റെ കയ്യിലും കാലിലും ഉണ്ടായിരുന്ന കെട്ടുകൾ അഴിച്ചു. അവൻ അപ്പോഴേക്കും ബോധം തെളിഞ്ഞു വന്നിരുന്നു. അവനെ തേരിൽ നിന്നിറക്കി യുധിഷ്ഠിരന്റെ മുമ്പാകെ നിർത്തിയിട്ട് പറഞ്ഞു, ഇതാ സുശർമാവ്, പശുക്കളെ അപഹരിച്ച തൃകർത്ത രാജാവ്. യുധിഷ്ഠിരൻ പറഞ്ഞു, വല്ലഭ, ഇനിയും അവനെ ഉപദ്രവിക്കാതെ വിട്ടേക്കൂ. തൃകർത്ത രാജാവേ, നീ സ്വതന്ത്രനായിരിക്കുന്നു. നിനക്ക് പോകാം. മേലിൽ ഇപ്രകാരം ഒന്നും ചെയ്യരുത്. ലജ്ജിച്ച് തല താഴ്ത്തി കൈകൾ കൂപ്പി യുധിഷ്ഠിരന്റെ മുന്നിൽ ആജ്ഞാനുവർത്തിയെപ്പോലെ നിന്നിരുന്ന സുശർമാവ് യുധിഷ്ഠിരനെ താണു വീണ് വന്നിച്ചിട്ട് അപമാനഭാരവും പേറി സാവധാനം നടന്നകന്നു. തൃകർത്തന്റെ ബന്ധനത്തിൽ നിന്ന് മോചിതനായ വിരാട രാജാവ് പാണ്ഡവന്മാരെയും അകമിഴിഞ്ഞ് ശ്ലാഘിച്ചു. തന്നെ തൃകർത്തന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചതിന് അവരോട് നന്ദി പ്രകടിപ്പിക്കുകയും തന്റെ രാജ്യവും ധനവും അവർക്ക് യഥേഷ്ടം ഉപയോഗിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. യുധിഷ്ഠിരൻ പറഞ്ഞു, രാജാവേ, ഭവൻ തൃകർത്തത്തിന്റെ പിടിയിൽ നിന്നും മോചിതനായതിനാൽ ഞങ്ങൾക്ക് അത്യധികം സന്തോഷമുണ്ട്. ഭവാൻ ഞങ്ങളോട് കാണിക്കുന്ന ബഹുമാനവും കാരുണ്യവും കൊണ്ട് ഞങ്ങൾ തൃപ്തരാണ്.
അതിൽ കൂടുതലായി ഞങ്ങൾക്കൊന്നും വേണ്ട. നമുക്കിനി ഈ രാജധാനിയിലേക്ക് മടങ്ങാം. ത്രികർത്തൻ സൈന്യ സന്നാഹവുമായി വിരാട് അതിർത്തിയിൽ എത്തണമെന്നും തങ്ങൾ അടുത്ത ദിവസം എത്തിക്കൊള്ളാമെന്നുമായിരുന്നുവല്ലോ ദുര്യോധനൻ പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ദുര്യോധനനും കൗരവ മുഖ്യന്മാരും സൈന്യസമേതം വിരാട് നഗരയിലെത്തി. രാജാവ് അവിടെയില്ലെന്നും അദ്ദേഹം രാജധാനിക്കപ്പുറത്ത് ത്രികർത്തനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അവർ മനസ്സിലാക്കി. ഏതായാലും പശുക്കളെയെല്ലാം കൊണ്ടുപോയിക്കൊള്ളാമെന്ന് നിശ്ചയിച്ച് കൗരവർ അവയെ അഴിച്ചുവിട്ട് രാജധാനിയുടെ പുറത്തേക്ക് തെളിച്ചുകൊണ്ടുപോയി. കാവൽക്കാരായ ഗോപാലകന്മാരെ മർദ്ദിക്കുകയും ചെയ്തു. ഗോപാലകന്മാർ കൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്നു. വിരാട രാജാവിന് ഉത്തരൻ എന്നൊരു പുത്രനും ഉത്തര എന്നൊരു പുത്രിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഗോപാലകന്മാർ ആവലാതിയുമായി കൊട്ടാരത്തിലെത്തിയപ്പോൾ ഉത്തരൻ അന്തഃപുരത്തിൽ സ്ത്രീകളുടെ മധ്യത്തിലിരുന്ന് പൊങ്ങച്ചം പറയുകയായിരുന്നു. കൗരവന്മാർ പശുക്കളെ അപഹരിച്ചു കൊണ്ടുപോയതെന്ന് ഗോപാലന്മാർ അറിയിച്ചപ്പോൾ ഉത്തരൻ പറഞ്ഞു, ഹോ, എന്തൊരു കഷ്ടം! ഞാൻ തനിച്ചുപോയി കൗരവന്മാരെ തോൽപ്പിച്ച് പശുക്കളെ വീണ്ടെടുക്കാമായിരുന്നു. പക്ഷേ എങ്ങനെയാണ് പോവുക? എന്റെ ദേഹ തെളുക്കുവാൻ പറ്റിയ ഒരു സാരഥിയില്ലല്ലോ. ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ ശൗര്യം കാണിച്ചു കൊടുത്തേനെ. ധൃതരാഷ്ട്രരും ഭീഷ്മരും ദ്രോണരുമൊക്കെ എന്റെ ബാണമേറ്റ് അമ്പരം ഓടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് ചെയ്യുക? തേരാളിയില്ലാത്തത് കൊണ്ട് ഒന്നും നിർത്തിയില്ല. അവിടെ ഒതുങ്ങി നിന്നിരുന്ന ബൃഹന്തളയും ചിലരും ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ മാലിനിയെ വിളിച്ച് മാറ്റി നിർത്തി എന്തോ രഹസ്യം പറഞ്ഞു. മാലിനി ഉത്തരന്റെ മുമ്പാകെ എത്തി. അവൾ പറഞ്ഞു, തേരാളി ഇല്ലാത്തതുകൊണ്ട് ഭവാൻ വിഷമിക്കേണ്ട. ബൃഹന്തള നല്ല സൂതനാണ്. അവൻ ഷണ്ഡനാണെങ്കിലും തേർ തെളിക്കുവാൻ സമർത്ഥനാണ്. പണ്ട് അർജുനന്റെ തേർ തെളിച്ചിട്ടുണ്ട്. അതെനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് ബൃഹന്നളയോട് പറഞ്ഞാൽ അവൻ ഭവാന്റെ തേരാളിയാകും. ഛേ, ഒരു ഷണ്ഡനോട് എന്റെ തേരാളിയായിരിക്കണമെന്ന് എങ്ങനെയാണ് പറയുക? ഉത്തരൻ ഒഴിയുവാൻ നോക്കി. അത് സാരമില്ല, ഉത്തരയോട് പറഞ്ഞ് ബൃഹന്നളയോട് പറയിപ്പിച്ചാൽ മതി എന്ന് പാഞ്ചാലി പറഞ്ഞപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് ഉത്തരന് സമ്മതിക്കേണ്ടി വന്നു. ഉത്തര ബൃഹന്നളയെ ഉത്തരന്റെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. തന്റെ തേർ തെളിച്ച് കൗരവന്മാരോട് ഏറ്റുമുട്ടുവാൻ തയ്യാറാണോ എന്ന് ഉത്തരൻ ബൃഹന്നളയോട് ഗമയിൽ ചോദിച്ചു. ഭയസംഭ്രമങ്ങൾ ഭംഗിയായി അഭിനയിച്ചുകൊണ്ട് ബൃഹന്നള പറഞ്ഞു, അയ്യോ, തേരോടിക്കുകയോ? അതും കൗരവന്മാരോട് എതിർക്കുവാൻ? വല്ല നൃത്തവും പാട്ടുമായിരുന്നെങ്കിൽ നടത്താമായിരുന്നു. ഉത്തരൻ ഗൗരവം വിടാതെ പറഞ്ഞു, നീ അർജുനന്റെ തേരാളിയായിരുന്നിട്ടുണ്ടെന്ന് സൈരന്ധ്രി പറഞ്ഞു. അത് ശരിയാണോ? എങ്കിൽ എന്റെ തേരോടിക്കുക. ബൃഹന്നള പറഞ്ഞു, പണ്ടെന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഭവാൻ കൽപ്പിക്കുകയാണെങ്കിൽ എന്തും ചെയ്യാം. ശരി, എങ്കിൽ പോർച്ചട്ട അണിഞ്ഞ് തയ്യാറായിക്കൊള്ളുക. ഉത്തരൻ ബൃഹന്നളയ്ക്ക് നിർദ്ദേശം കൊടുത്തു. ഉടൻ തന്നെ പോർച്ചട്ട കൊണ്ടുവന്നു. ബൃഹന്നള അത് വാങ്ങി പരിചയമില്ലാത്തവനെ പോലെ തലകീഴായി ധരിക്കുവാൻ തുടങ്ങി. ബൃഹന്നളയെ തേരാളിയാക്കുവാൻ ഒരുമ്പിട്ടപ്പോൾ തന്നെ അന്തഃപുര സ്ത്രീകൾ കുശുകുശിക്കുകയും അടക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബൃഹന്നള തെറ്റായി പടച്ചട്ട ധരിക്കുകയും കൂടി ചെയ്തപ്പോൾ അവരെല്ലാം പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ഉത്തരൻ തന്നെ ബൃഹന്നളയുടെ സമീപത്തെത്തി പടച്ചട്ട വാങ്ങി ശരിയായി ധരിപ്പിച്ചു. അർജുനൻ കുതിരശാലയത്തിൽ പോയി വെളുത്ത നല്ല അശ്വങ്ങളെ തിരഞ്ഞെടുത്ത് രഥത്തിൽ പൂട്ടി രഥം തയ്യാറാക്കി കൊണ്ടുവന്നു. ഉത്തരൻ യുദ്ധവേഷങ്ങൾ അണിഞ്ഞ ആയുധങ്ങളുമേന്തി രഥത്തിൽ കയറി. അന്തഃപുര സ്ത്രീകൾ രഥത്തിനു ചുറ്റും പ്രദക്ഷിണം വെച്ച് അവർക്ക് വിജയം ആശംസിച്ചു. യുദ്ധത്തിൽ ജയിച്ചു വരുമ്പോൾ ശത്രുക്കളുടെ വർണ്ണശമ്പളമായ നല്ല വസ്ത്രങ്ങൾ കൊണ്ടുവരണമെന്ന് ബൃഹന്നളയോട് പറഞ്ഞു. രാജകുമാരൻ ശത്രുക്കളെ ജയിക്കുന്ന പക്ഷം വസ്ത്രങ്ങൾ കൊണ്ടുവരാമെന്ന് ബൃഹന്നള ഏറ്റു. ബൃഹന്നള തേർ തെളിച്ചു. അവർ രാജധാനി താണ്ടി കൗരവർ പോയ വഴിയെ പിന്തുടർന്നു. വായുവിനെ തോൽപ്പിക്കുന്ന വേഗത്തിലാണ് തേരോടിക്കൊണ്ടേയിരുന്നത്. തേർ തെളിക്കുന്നതിൽ ബൃഹന്നള കാണിച്ച അനിസാധാരണമായ സാമർഥ്യം കണ്ട് ഉത്തരൻ ആശ്ചര്യപ്പെട്ടു. ഇത്രത്തോളം വേഗത്തിൽ ഓടുന്ന ഒരു തേരിൽ അവൻ ഇതിനു മുമ്പ് സഞ്ചരിച്ചിട്ടേയില്ല. അങ്ങനെ കൗരവ സൈന്യത്തെ ദൂരെയായി കാണുന്ന ഒരു സ്ഥലത്ത് തേരെത്തിയപ്പോൾ ബൃഹന്നള തേര് നിർത്തി. അതിന് സമീപത്തമായിരുന്നു പാണ്ഡവന്മാർ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഷമീ വൃക്ഷം നിന്നിരുന്ന ചുടുകാട്. കൗരവ സൈന്യത്തിന്റെ താവളം ദൂരെയായി കാണാമായിരുന്നു. ആന, കുതിര, തേര്, കാലാൾ, വിപുലമായ കുരുസൈന്യം പരാവാരം പോലെ പരന്നു കിടന്നു. അവർ കുഴുതിയും ശംഖും വിളിച്ചും ചെറുഞാണല് പ്രകടിപ്പിച്ചും ആർപ്പ് വിളിച്ചും മറ്റും ആരവമുണ്ടാക്കുന്നുണ്ടായിരുന്നു. വിപുലമായ കുരുസൈന്യവും അവരുടെ ആഹ്ലാദ പ്രകടനവും കണ്ടപ്പോൾ ഉത്തരൻ ജീവച്ഛവമായി. ഇവരോട് ഏറ്റുമുട്ടിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്റെ കഥ കഴിയുമെന്ന കാര്യത്തിൽ അവന് സംശയമില്ലായിരുന്നു. അവന്റെ നെറ്റി വിയർപ്പു. അവൻ അടിമുടി വിറയ്ക്കുവാൻ തുടങ്ങി. അന്തഃപുരത്തിൽ സ്ത്രീകളുടെ ഇടയിൽ നിന്നുകൊണ്ട് വീമ്പ് പറഞ്ഞ ആത്മപ്രശംസ നടത്തിയ അവന്റെ കണ്ടമിടറി. വളരെ പ്രയാസപ്പെട്ടാണ് വാക്കുകൾ പുറത്തേക്ക് വന്നത്. അവൻ ഗദ്ഗതത്തോട് പറഞ്ഞു, ബൃഹന്തള, ഹോ, എന്തു വിപുലമായ സൈന്യമാണ് കൗരവർക്കുള്ളത്. അവരോട് എനിക്ക് പൊരുതി നിൽക്കുവാനാവില്ല. എനിക്ക് തല ചുറ്റുന്നു. വേഗം തേര് തിരിച്ചുവിടൂ.
എന്നാൽ ഉത്തരൻ പറഞ്ഞത് വകവയ്ക്കാതെ തേര് മുന്നോട്ട് വിടാൻ ബൃഹന്നള തുനിഞ്ഞപ്പോൾ ഉത്തരൻ തേരിൽ നിന്ന് പുറത്തേക്ക് ചാടി. ബൃഹന്നളയും അവന്റെ കൂടെ ചാടി. അവനെ പിടികൂടി കൊണ്ടുവന്ന് തേരിലിരുത്തി ശകാരിക്കുകയും പരിഹസിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. ഉത്തരൻ പൂച്ചയെ കണ്ട എലിയെപ്പോലെ വിറയ്ക്കുകയായിരുന്നു. അവസാനം അവൻ യുദ്ധം ചെയ്യേണ്ടെന്നും താൻ തന്നെ യുദ്ധം ചെയ്ത് ശത്രുക്കളെ തോൽപ്പിച്ച് പശുക്കളെ വീണ്ടെടുക്കാമെന്നും അവൻ ഉറപ്പുകൊടുത്തു. അവന് കുറച്ച് ധൈര്യവും തോന്നി. ബൃഹന്നള ആയുധങ്ങൾ ഒളിച്ചു വെച്ചിരുന്ന ശമീവൃക്ഷത്തിന്റെ സമീപത്തേക്ക് തേരോടിച്ചു. വൃക്ഷത്തിൽ കയറി ആയുധങ്ങൾ എടുക്കുന്നതിന് ഉത്തരനെ നിയോഗിച്ചു. അവൻ ആയുധങ്ങൾ കയറി തൂക്കി താഴെ ഇറക്കി. പൊതിഞ്ഞു വെച്ചിരുന്ന ആയുധങ്ങളുടെ കെട്ടഴിച്ചു. സ്വർണവും രത്നവും പതിച്ച വില്ലുകൾ, തേച്ചുമിനുക്കി മൂർച്ച വെപ്പിച്ചിട്ടുള്ള ശരങ്ങൾ, സ്വർണപ്പിടിയുള്ളതും ദിവ്യവുമായ ഖഡ്ഗങ്ങൾ, രത്നഹിതമായ പിടിയോടുകൂടിയുള്ള പിന്നിത്തിളങ്ങുന്ന വാളുകൾ തുടങ്ങി നിരവധി ആയുധങ്ങളും വിശേഷപ്പെട്ട കവചങ്ങളും ആ കെട്ടിലുണ്ടായിരുന്നു. ആയുധങ്ങളിൽ നിന്ന് ദിവ്യരശ്മികൾ പ്രകാശിച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ഉത്തരനുണ്ടായ വിസ്മയം അവർണ്ണനീയമായിരുന്നു. അവൻ ആ ദിവ്യായുധങ്ങളും ബൃഹന്നളയെയും മാറി മാറി നോക്കി. ആരാണ് ഈ ബൃഹന്നള? ആരുടേതാണ് ദിവ്യമായ ഈ ആയുധങ്ങൾ? അവൻ അന്താളിച്ചു. ഇവന്റെ മനസ്സ് ആകെ കുഴങ്ങി. ഉത്തരന്റെ ചിന്താഗതി മനസ്സിലാക്കിയ അർജുനൻ പറഞ്ഞു, എന്താ ഇതെല്ലാം നിന്നെ അത്ഭുതപ്പെടുത്തുന്നു അല്ലേ? ഈ ആയുധങ്ങളെല്ലാം പാണ്ഡവന്മാരുടേതാണ്. അവർ അജ്ഞാതവാസം തുടങ്ങിയപ്പോൾ ഇവിടെ ഭദ്രമായി ഒളിപ്പിച്ചു വെച്ചതാണ്. ഇന്നലെ അവരുടെ 1 വർഷത്തെ അജ്ഞാതവാസക്കാലം പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നിന്നെ കൊണ്ട് ഇത് എടുപ്പിച്ചത്. അർജുനന്റെ വാക്കുകൾ ഉത്തരന്റെ ആശ്ചര്യത്തെ വർദ്ധിപ്പിച്ചതേയുള്ളൂ. അവൻ ചോദിച്ചു, പാണ്ഡവന്മാരൊക്കെ ഇപ്പോൾ എവിടെയാണ്? അർജുനൻ പറഞ്ഞു, അവരെല്ലാം വിരാട രാജാവിന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്നു. നിന്റെ അച്ഛനോടൊപ്പം ചൂതാടുന്ന കങ്കൻ യുധിഷ്ഠിരനാണ്. ഭീമനാണ് ആര്യവെപ്പുകാരനായ വല്ലഭൻ. നകുല സഹദേവന്മാർ അശ്വപാലകനായും ഗോപാലകനായും അവിടെ വസിക്കുന്ന ഗ്രന്ഥിയും തന്ത്രിപാലനുമാണ്. അന്തപുരത്തിൽ സൈരന്ധ്രിയായി ജോലി ചെയ്യുന്ന മാലിനി പാണ്ഡവരുടെ ധർമ്മപത്നിയായ പാഞ്ചാലിയാണ്. ഇതുകൂടി കേട്ടപ്പോൾ ഉത്തരൻ അമ്പരന്നു. അവന്റെ ആശ്ചര്യം 1000 മടങ്ങ് വർദ്ധിച്ചു. ഇതൊക്കെ വിശ്വസിക്കുവാൻ പ്രയാസമുള്ള യക്ഷിക്കഥയായിട്ടാണ് അവന് തോന്നിയത്. അവൻ ചോദിച്ചു, അപ്പോൾ അർജുനനോ? അദ്ദേഹം എവിടെയാണ്? അർജുനൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ മുന്നിൽ നിൽക്കുന്നു. ബൃഹന്നളയായ ഞാൻ അർജുനനാണ്. ഉത്തരൻ ഇത് കേട്ട് ഞെട്ടിങ്ങി. ഉത്തരൻ മറുപടി പറഞ്ഞു, അയ്യോ, അങ്ങ് ഷണ്ഡനാണല്ലോ. അർജുനൻ ഷണ്ഡനാണോ? അർജുനൻ മറുപടി പറഞ്ഞു, അതൊരു പ്രത്യേക കഥയാണ്. അതേപ്പറ്റി പിന്നീട് പറയാം. എന്നാൽ ഇന്നു മുതൽ ഞാൻ ഷണ്ഡനല്ല. ഉത്തരന് പിന്നെയും ഒരു സംശയം. അർജുനന് 10 പേരുകളുണ്ടെന്നും ജപിച്ചാൽ ഭയം അകലുമെന്നും കേട്ടിട്ടുണ്ട്. അത് ബൃഹന്നളയ്ക്ക് അറിയാമോ? എങ്കിൽ ബൃഹന്നള അർജുനനാണെന്ന് വിശ്വസിക്കാം. അവൻ അക്കാര്യം ബൃഹന്നളയോട് പറഞ്ഞു. അർജുനൻ മറുപടി പറഞ്ഞു, ശരിയാണ്, എനിക്ക് 10 പേരുകളുണ്ട്. കേട്ടുകൊള്ളുക. അർജുനൻ, വിജയൻ, ജിഷ്ണു, കിരീടി, ശ്വേതവാഹനൻ, പീവൽസു, ബൽഗുണൻ, പാർത്ഥൻ, സവ്യസാചി, ധനഞ്ജയൻ. ഇപ്രകാരം 10 നാമങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ച് ഉത്തരനോട് അർജുനൻ പറഞ്ഞു, എന്നെപ്പോലെ വെളുത്ത നിറം ആർക്കുമില്ലാത്തതുകൊണ്ട് ഞാൻ അർജുനനായി. ബൽഗുണി നക്ഷത്രത്തിൽ ജനിച്ചതിനാൽ ഞാൻ ബൽഗുണനായി. ദേവന്മാർക്കും മനുഷ്യന്മാർക്കും ഒരേപോലെ ദുർവരനും ദുരാദർശനും ആയതിനാൽ ഇന്ദ്രപുത്രനും ആയതുകൊണ്ട് ഞാൻ ജിഷ്ണു അഥവാ ജയശീലൻ എന്ന പേരെനിക്ക് കിട്ടി. ദേവന്മാർക്ക് പോലും അജേയരായ അസുരന്മാരെ കൊന്നപ്പോൾ ദേവചക്രവർത്തിയായ ഇന്ദ്രൻ എന്റെ ശിരസിൽ കിരീടം വെച്ച് അലങ്കരിച്ചു. അന്നേരം എന്നെ എല്ലാവരും കിരീടി എന്ന് വിളിച്ചു. ആരോട് യുദ്ധം ചെയ്താലും പരാജയപ്പെടാത്തതുകൊണ്ട് വിജയൻ എന്ന പേരെനിക്ക് സിദ്ധിച്ചു. നാടാകെ ജയിച്ച് ധാരാളം ധനം സമ്പാദിക്കയാൽ ഞാൻ ധനഞ്ജയനായി. വെളുത്ത കുതിരകളെ മാത്രമേ എന്റെ രഥത്തിൽ പൂട്ടുകയുള്ളതുകൊണ്ട് ഞാൻ ശ്വേതവാഹനനായി. യുദ്ധത്തിൽ ഒരിക്കലും ഭീമത്സമായ കാര്യം ചെയ്യാത്തതിനാൽ എല്ലാവരും എന്നെ ഭീവത്സു എന്ന് വിളിച്ചു. ഗാണ്ഡീവം എന്ന എന്റെ വില്ല് വലിക്കുവാൻ എനിക്ക് ഇടത് കൈയിലും വലത് കൈയിലും ഒരേപോലെ സ്വാധീനമുണ്ട്. അതിനാൽ ദേവന്മാരും മർത്യരും എന്നെ സവ്യസാചി എന്ന് പറയുന്നു. കുന്തി ദേവിയായ എന്റെ അമ്മയ്ക്ക് പൃഥ എന്നുകൂടി പേരുണ്ടല്ലോ. പൃഥയുടെ പുത്രനായതുകൊണ്ട് ഞാൻ പാർത്ഥനായി. ഉത്തരന്റെ സംശയങ്ങളെല്ലാം അകന്നു. അവനെല്ലാം ബോധ്യമായി. സവ്യസാചിയായ കിരീടിയാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത്. വിജയൻ കൂടെയുള്ളപ്പോൾ ആരെ ഭയപ്പെടണം? ഉത്തരൻ ജിഷ്ണുവിനെ നമസ്കരിച്ചു. അവൻ ബൽഗുണനോട് അറിയിച്ചു, പ്രഭു, എന്റെ ഭയമൊക്കെ തീർന്നു. ദേവന്മാരോട് പോലും എതിർക്കുവാൻ എനിക്ക് ധൈര്യം തോന്നുന്നു. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആജ്ഞാപിച്ചാൻ.
അർജുനൻ ചിരിച്ചുകൊണ്ട് ഉത്തരനെ ആശ്ലേഷിച്ചിട്ട് പറഞ്ഞു, നീ തേർത്തെടിച്ചാൽ മാത്രം മതി. ഞാൻ കൗരവന്മാരോട് ഏറ്റുമുട്ടിക്കൊള്ളാം. ആയുധങ്ങളെല്ലാം രഥത്തിൽ എടുത്തു വെച്ചു. അർജുനനും ഉത്തരനും രഥത്തിൽ കയറി. ഉത്തരൻ കുതിരകളുടെ കടിഞ്ഞാൺ കയ്യിലെടുത്തു. പാർത്ഥൻ കൈകളിലുണ്ടായിരുന്ന വളകൾ ഊരിമാറ്റി. വെള്ളവസ്ത്രം തലയിൽ കെട്ടി. ഉടുമ്പിൻ തോലിന്റെ കയ്യിറ കയ്യിലിട്ടു. പടച്ചട്ട ധരിച്ചു. തന്റെ രഥത്തെ അലങ്കരിക്കേണ്ട വാനരക്കൊടി ധ്യാനിച്ചു. ഉടനെ വാനരത്തിന്റെ അടയാളമുള്ള കൊടി മറ്റു കൊടികളോടുകൂടി ഉയർന്നു വന്ന് രഥത്തിൽ ഉറച്ചു നിന്നു. അവൻ അസ്ത്രങ്ങളെ തൊട്ടുവന്നിച്ച് പാർത്ഥസാരഥിയെ മനസ്സിൽ സ്മരിച്ചു. അനേകായിരം കാലാൾ, തേര്, കുതിര, ആന തുടങ്ങി വളരെ വിപുലമായ കൗരവ സൈന്യത്തോട് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടുവാൻ തയ്യാറായ സവ്യസാചിയോട് ഉത്തരൻ വിനീതനായി ചോദിച്ചു, പ്രഭു, എനിക്കൊരു സംശയം. കൗരവപ്പട വളരെ വലുതാണ്. അക്കൂട്ടത്തിൽ അസ്ത്രശസ്ത്ര വിശാരദന്മാരായ അനേകം പരാക്രമികളുണ്ട്. അങ്ങ് ഒറ്റയ്ക്ക് എങ്ങനെ അവരെ ജയിക്കും? ഇതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഭയകാന്തനാകുന്നു. ഉത്തരന്റെ ചോദ്യം കേട്ട് അർജുനൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉത്തര, ഗാണ്ഡവ വനത്തിൽ വെച്ച് ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ എന്നോടെതിർത്ത ദേവന്മാരെ ഒറ്റയ്ക്ക് ഞാൻ തോൽപ്പിച്ചില്ലേ? ഗന്ധർവ രാജാവായ ചിത്രരഥനെ ഞാൻ ജയിച്ചില്ലേ? നിവാദ കവചന്മാരെയും കാലകേയന്മാരെയും ഞാൻ കൊന്നൊടുക്കിയില്ലേ? കൃഷ്ണ സ്വയംവരത്തിൽ പല മന്നന്മാരോടും എനിക്ക് എതിർക്കേണ്ടി വന്നില്ലേ? അന്നൊക്കെ എന്നെ സഹായിച്ചത് ആരാണ്? ആ ശക്തി തന്നെ എന്നെ ഇപ്പോഴും സഹായിക്കും. ആചാര്യനായ ദ്രോണൻ, ഇന്ദ്രൻ, വൈശ്രവൺ, യമൻ, വരുണൻ, അഗ്നി, ക്രൂപൻ, കൃഷ്ണൻ, പരമശിവൻ തുടങ്ങിയവരെ സേവിച്ചവനായ എനിക്ക് ഈ കൗരവന്മാരെ ഒറ്റയ്ക്ക് എതിർക്കുവാൻ കഴിവില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? എടോ വീര, നീ ഭയപ്പെടേണ്ട. നിന്റെ ഹൃദയജ്വരം കളയുക. അർജുനന്റെ മറുപടി ഉത്തരന് ധൈര്യം പകർന്നു. അർജുനൻ തെളിച്ചു കൊണ്ടുവന്ന തേര് ചുടുകാട്ടിന് സമീപം നിന്നു മുതൽ കൗരവർ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സ്ത്രീയുടെ വേഷങ്ങൾ അണിഞ്ഞ ഒരു ആജാനുബാഹു തേരിന്റെ സാന്നിധ്യം വഹിക്കുന്നു. കേവലം യുവാവായ ഒരുവൻ തേരിലിരിക്കുന്നു. അവനിറങ്ങി ഓടുന്നു. സ്ത്രീ വേഷധാരി അവനെ പിടിച്ചു വലിച്ച് തേരിൽ കയറ്റുന്നു. അവരെ ശമീവൃക്ഷത്തിൽ നിന്നും എന്തൊക്കെയോ എടുക്കുന്നു. ഈ വിധത്തിൽ നടന്നതെല്ലാം സശ്രദ്ധ നോക്കിക്കൊണ്ടിരുന്ന ദുര്യോധനാദികൾ സ്ത്രീവേഷക്കാരൻ അർജുനനാണോ എന്ന് സംശയിക്കാതിരുന്നില്ല. എങ്കിലും അവരൊന്നും സൂക്ഷ്മമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അർജുനനെ ഓർത്ത് അവർ ഭയപ്പെടുകയും ചെയ്തു. അപ്പോൾ കൗരവരുടെ പാളയത്തിൽ പല വിധത്തിലുള്ള ദുശകുനങ്ങൾ കാണുകയുണ്ടായി. ഒരു ഘോരമായ യുദ്ധം ആസന്നമായിരിക്കുന്നുവെന്നാണ് ഈ ദുശകുനങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് ദ്രോണർ പറഞ്ഞു. അങ്കനാ വേഷധാരിയായി തേർതെളിച്ചു കൊണ്ടുവന്ന അർജുനനാണെന്നും കിരാത വേഷധാരിയായി വന്ന മഹാദേവനോട് പോലും യുദ്ധം ചെയ്ത അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച വിജയൻ അജയ്യനാണെന്നും അദ്ദേഹം തീർത്തു പറഞ്ഞു. എന്നാൽ കർണനും ദുര്യോധനനും ദ്രോണരുടെ അഭിപ്രായം പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു. അർജുനൻ ദേവലോകത്തു നിന്ന് തനിക്ക് ലഭിച്ച ദേവദത്തം എന്ന ശംഖ് വിളിച്ചു. പർവ്വതം പോലും പിളരുന്ന വിധം ഭയങ്കരമായിരുന്നു അതിൻ്റെ ശബ്ദം. ഇത് കേട്ട് ഉത്തരൻ നടുങ്ങി തേർത്തട്ടിൽ ഇരുന്നു പോയി. അർജുനൻ അവനെ സമാശ്വസിപ്പിച്ച് ഉത്സാഹഭരിതനാക്കി. അതിനുശേഷം ജിഷ്ണു ഗാണ്ഡീവം കയ്യിലെടുത്തു കുലച്ചു. ഞാൻ കിട്ടിയ ഗാണ്ഡീവം ഒന്നുലച്ചപ്പോൾ ആരെയും കിടിലം കൊള്ളിക്കുന്ന ഒലിയുണ്ടായി. ആ മുഴക്കം കേട്ട് കൗരവ സൈന്യത്തിലുണ്ടായിരുന്ന കുതിരകൾ മുട്ടുകുത്തി. വലിയ വൃക്ഷങ്ങൾ പോലും കുലുങ്ങി. കൗരവ നേതാക്കന്മാരുടെ സംശയമെല്ലാം തീർന്നു. സ്ത്രീവേഷത്തിൽ കണ്ടത് അർജുനൻ തന്നെയാണ്. അവൻ തങ്ങളോട് യുദ്ധം ചെയ്യുവാൻ തയ്യാറായി വന്നിരിക്കുന്നുവെന്ന് അവർക്ക് ബോധ്യമായി. പശുക്കളെ വിട്ടുകൊടുത്ത് യുദ്ധം ഒഴിവാക്കുന്നതാണ് അഭികാമ്യമെന്ന് ദ്രോണൻ വീണ്ടും വ്യക്തമാക്കി. ദുര്യോധനന് ഭയത്തിന് പകരം സന്തോഷമാണ് ഉണ്ടായത്. അജ്ഞാതവാസം തീരുന്നതിന് മുമ്പായി അർജുനനോടായാലും യുദ്ധം ചെയ്യുക തന്നെ ദുര്യോധനൻ തീർത്തു പറഞ്ഞു. കർണനും ദുര്യോധനന്റെ അഭിപ്രായത്തെ അനുകൂലിച്ചു. ഈ യുദ്ധത്തിൽ ദ്രോണാചാര്യർക്ക് വൈമുഖ്യമുണ്ടെങ്കിൽ അദ്ദേഹം പിന്നണിയിലേക്ക് പോയിക്കൊള്ളട്ടെ. അർജുനനെ സമുദ്രത്തെ കരയെന്ന മാതിരി ഞാൻ തൊടുത്തു നിർത്തും. ഞാൻ പാർത്ഥനേക്കാൾ ഒട്ടും താഴെയല്ല. ഇങ്ങനെ കർണൻ പറഞ്ഞു. ദുര്യോധനന്റെ അമ്മാവനായ ശകുനിയും അർജുനനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസക്കാരനായിരുന്നു. എല്ലാവരെയും യുദ്ധം ചെയ്യുവാൻ ശകുനി പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിന്നിരുന്ന കൃപാചാര്യനും ദ്രോണപുത്രനായ അശ്വത്ഥാമാവും ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് ഒഴിവാക്കണമെന്നുള്ള അഭിപ്രായക്കാരായിരുന്നു. അവസാനം മഹാമയനായ ഭീഷ്മ പിതാമഹൻ തന്നെ യുദ്ധത്തിന്റെ ദോഷത്തെക്കുറിച്ച് ദുര്യോധനനോട് പറയുകയും പാണ്ഡവരുടെ അജ്ഞാതവാസത്തിന്റെ 1 വർഷം തലേന്ന് പൂർത്തിയായെന്ന് കണക്കുകൂട്ടി പറയുകയും ചെയ്തു. ഭീഷ്മരോട് ദുര്യോധനനും മറ്റും വെറുപ്പുണ്ടായതല്ലാതെ അദ്ദേഹത്തിന്റെ ഉപദേശത്തിന് അവരാരും ഒരു വിലയും കൽപ്പിച്ചില്ല. ദുര്യോധനൻ ആരുടെയും ഉപദേശമോ നിർദ്ദേശമോ അംഗീകരിക്കുവാൻ തയ്യാറായില്ല.
അവനും കർണനും ശകുനിയും യുദ്ധം ചെയ്തേ മതിയാവൂ എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ മഹാമയൻ ഭീഷ്മരും മഹാഗുരു ദ്രോണരും മഹാ ആചാര്യനായിട്ടുള്ള കൃപരും തുടങ്ങിയ എല്ലാവരും വഴങ്ങേണ്ടി വരേണ്ടി വന്നു. കൗരവപക്ഷത്തെ പ്രമാണികൾ ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അർജുനന്റെ രഥം അവരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ദുര്യോധനൻ പെട്ടെന്നൊരു വ്യൂഹം ചമച്ചു. കർണൻ മുന്നിലും അശ്വത്ഥാമാവ് കർണന്റെ പിന്നിലും കൃപൻ മധ്യത്തിലും ഭീഷ്മരും ദ്രോണരും ഇരുഭാഗങ്ങളിലും ദുര്യോധനൻ ഏറ്റവും പിന്നിലുമായിട്ടാണ് നിൽപ്പുറച്ചത്. ചുറ്റിലും ആയുധമേന്തിയ കാലാൾപ്പടയിൽ അശ്വാരൂഢരും ഗജാരൂഢരുമായ യോദ്ധാക്കളും ഉണ്ടായിരുന്നു. ശത്രുവ്യൂഹത്തിന്റെ മുന്നിലെത്തിയ അർജുനൻ ദുര്യോധനനെയാണ് ആദ്യം തിരഞ്ഞത്. സുയോധനൻ പിന്നിലാണെന്നറിഞ്ഞപ്പോൾ അവന്റെ അടുത്തേക്ക് രഥം നയിക്കുവാൻ ഉത്തരനോട് ആവശ്യപ്പെട്ടു. ശത്രു സൈന്യങ്ങളുടെ മധ്യത്തിലൂടെ ദുര്യോധനനെ ലക്ഷ്യമാക്കി മിന്നൽ പിണറിന്റെ വേഗതയോടെ ഉത്തരൻ രഥം പായിച്ചു. അർജുനൻ ദുര്യോധനനോട് ഏറ്റുമുട്ടി. വിശന്നു പൊരിയുന്ന വ്രാക്രം മാനിന്റെ മേൽ ചാടി വീഴുന്നത് പോലെയായിരുന്നു അർജുനന്റെ ആക്രമണം. അധിക നേരം അതിനെ എതിർത്ത് നിൽക്കുവാൻ ദുര്യോധനന് കഴിഞ്ഞില്ല. അവന്റെ തേര് പൊളിഞ്ഞു. സൂതൻ മരിച്ചു വീണു. കുതിരകൾ വിരണ്ടോടി. ആയുധങ്ങളെല്ലാം തകർന്നു. ദുര്യോധനൻ അവിടെ നിന്നും ജീവനും കൊണ്ടോടി. ഇത് കണ്ടു നിന്ന കർണൻ അർജുനനോട് ഏറ്റുമുട്ടി. ഇവർ തമ്മിലുള്ള യുദ്ധം അത്യന്തം ഭയങ്കരമായിരുന്നു. അത് വളരെ സമയം നീണ്ടു നിൽക്കുകയും ചെയ്തു. പക്ഷേ അമാനുഷിക ശക്തിയോടെ പോരാടിക്കൊണ്ടിരുന്ന അർജുനന്റെ മുന്നിൽ കർണൻ മുട്ടുകുത്തി. ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അവശനായ അവൻ ഓടുക തന്നെ ചെയ്തു. കർണൻ ഓടുന്നത് കണ്ടപ്പോൾ കൃപാചാര്യൻ അർജുനന്റെ നേർക്ക് തിരിഞ്ഞു. അദ്ദേഹം തന്റെ ഗുരുവായതുകൊണ്ട് ഗുരുവിനെ വന്ദിക്കുന്നുവെന്ന് സങ്കല്പിച്ച് ആദ്യമായ 2 ബാണങ്ങൾ അർജുനൻ അയച്ചു. അത് രണ്ടും കൃപന്റെ പാദങ്ങളോട് ചേർന്ന് ഭൂമിയിൽ തറച്ചു നിന്നു. തന്നെ വന്ദിക്കുകയാണ് അർജുനൻ ചെയ്തതെന്ന് കൃപാചാര്യർക്ക് മനസ്സിലായി. അദ്ദേഹം തന്റെ ശിഷ്യനെ മനസ്സാലെ ശ്ലാഘിച്ചു. എങ്കിലും കൗരവപക്ഷത്ത് നിൽക്കുന്ന താൻ ഉൾപ്പെടെയുള്ളവരുടെ അഭിമാനം കാക്കേണ്ടത് തന്റെ ചുമതല ആയതുകൊണ്ട് കൃപൻ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ അർജുനനോട് ഏറ്റുമുട്ടി. അസ്ത്രവിദ്യയിൽ അപാരമായ വൈദഗ്ധ്യമുള്ള കൃപനും സവ്യസാചിയും തമ്മിലുണ്ടായ യുദ്ധം അത്ഭുതകരവും അസാധാരണവുമായിരുന്നു. ഈ യുദ്ധം കാണുവാൻ ഇന്ദ്രാദി ദേവന്മാർ പോലും ആകാശത്തു വന്ന് നിരന്നു നിന്നു. കൃപൻ ഉഗ്രമായി പോരാടിയിട്ടും സവ്യസാചിയെ കീഴടക്കുവാൻ കഴിഞ്ഞില്ല. കൃപന്റെ എല്ലാ അസ്ത്രങ്ങളെയും എതിരസ്ത്രങ്ങളയച്ച് ഛിന്ന ഭിന്നമാക്കുവാൻ അർജുനന് കഴിഞ്ഞു. വളരെ സമയം യുദ്ധം നീണ്ടപ്പോൾ കൃപൻ ക്ഷീണിതനായി. അവസാനം ഗത്യന്തരമില്ലാതെ അദ്ദേഹം യുദ്ധത്തിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. കൃപൻ പിന്മാറിയപ്പോൾ മഹാ ആചാര്യനായിട്ടുള്ള ദ്രോണൻ വില്ലും അമ്പുമായി ചുവന്ന കുതിരകളെ പൂട്ടിയ രഥത്തിൽ അർജുനന്റെ നേരെ പാഞ്ഞെടുത്തു. അത് കണ്ട അർജുനൻ തന്റെ ഗുരുവിന്റെ രഥത്തിന്റെ പാർശ്വഭാഗത്തേക്ക് തേര് തെളിക്കുവാൻ ഉത്തരനോട് ആവശ്യപ്പെട്ടു. ഉത്തരൻ അപ്രകാരം ചെയ്തു. അപ്പോൾ ശ്വേതവാഹനൻ പറഞ്ഞു, ഗുരു വന്ദനം. ഭവാൻ എന്നിൽ അനിഷ്ടം തോന്നരുത്. ഭവാൻ ഇങ്ങോട്ട് എയ്താൽ പിന്നെ മാത്രമേ ഞാൻ അങ്ങോട്ട് എയ്യുകയുള്ളൂ. ദ്രോണൻ 20-ൽ പരം അമ്പുകൾ അർജുനന്റെ നേരെ പ്രയോഗിച്ചു. എന്നാൽ തന്റെ ശരീരത്തിൽ കൊള്ളുന്നതിന് മുമ്പ് തന്നെ കൈവേഗതയോടെ അർജുനൻ അസ്ത്രങ്ങളയച്ച് ദ്രോണാസ്ത്രങ്ങളെയെല്ലാം തെറുപ്പിച്ചു കളഞ്ഞു. ഐന്ദ്രം, വാരുണം, വായവ്യം, പാർവതം, നാഗം, ഗരുഡം തുടങ്ങിയ ദിവ്യാസ്ത്രങ്ങൾ പാർത്ഥന്റെ നേർക്ക് ദ്രോണൻ അയച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ സവ്യസാചി അവയെല്ലാം പ്രത്യസ്ത്രങ്ങളാൽ നിർവീര്യമാക്കി കളഞ്ഞു. സമയം ദീർഘിക്കും തോറും ദ്രോണൻ തളരുവാൻ തുടങ്ങി. എന്നാൽ അർജുനന്റെ ശക്തിയും പൗരോഷവും കൂടിക്കൂടി വന്നതേയുള്ളൂ. ഇത് കണ്ട് ദേവന്മാർ പോലും അത്ഭുതപ്പെട്ടു. വിജയനെതിരായി ലോകത്തിൽ യാതൊരു ശക്തിയും ഇല്ലെന്ന് പോലും അവർക്ക് തോന്നി. ഏറെ നേരം യുദ്ധം ചെയ്തതിനു ശേഷം ദ്രോണൻ അവശനായി പിൻവാങ്ങി. ദ്രോണൻ പിൻവാങ്ങുന്നത് കണ്ട് സഹിച്ചു നിൽക്കുവാൻ അദ്ദേഹത്തിന്റെ പുത്രനായ അശ്വത്ഥാമാവിന് കഴിഞ്ഞിരുന്നില്ല. അവൻ അത്യന്തം വീറോടും വാശിയോടും കൂടി അർജുനനോട് ഏറ്റുമുട്ടി. ദ്രൗണി അസാധാരണമായ മഹാരഥന്മാരിൽ ഒരുവനാണ്. ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിലും സമർത്ഥനാണ്. സാധാരണ യോദ്ധാക്കളൊന്നും അവനോട് എതിർക്കുവാൻ ശക്തരല്ല. എന്നാൽ അർജുനനോട് അവൻ ഏറ്റുമുട്ടിയപ്പോൾ അർജുനൻ അശ്വത്ഥാമാവിനെ നിരന്തരമായ അസ്ത്രപ്രയോഗം കൊണ്ട് വെള്ളം കുടിപ്പിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അവന്റെ ശക്തിയും വീര്യവും ക്ഷയിക്കുവാൻ തുടങ്ങി. മഹാരഥനായിട്ടുള്ള കർണനും മഹാരഥന്മാരായിട്ടുള്ള കൃപനും മഹാരഥനായിട്ടുള്ള ദ്രോണർക്കും കഴിയാത്തതുപോലെയായിരുന്നു അശ്വത്ഥാമാവ് അർജുനനോട് ഏറ്റുമുട്ടിയത്. അർജുനനെ കുറച്ചെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധത്തിൽ അത് അശ്വത്ഥാമാവാണെന്ന് പോലും തോന്നിപ്പോയി. അവസാനം ദ്രോണപുത്രനും അവന്റെ ശക്തിയും വീര്യവും ക്ഷയിക്കുവാൻ തുടങ്ങി. അവസാനം ദ്രോണപുത്രനും പിന്മാറി. കൗരവപക്ഷത്തെ പ്രമുഖരായവരെല്ലാം വിജയനോട് പരാജയപ്പെട്ട് പിന്മാറുന്നത് കണ്ടപ്പോൾ കൗരവപ്പടയുടെ വീര്യം നശിച്ചു. സൈന്യങ്ങൾ പരാജയഭീതി മൂലം വ്യൂഹം തകർത്ത് പാലായനം തുടങ്ങി. അവർ പ്രാണഭീതി നിമിത്തം ഓടി ഒളിക്കുകയും ചെയ്തു.
എന്നാൽ മഹാമയനായ ഭീഷ്മ പിതാമഹൻ അർജുനന്റെ വീരപരാക്രമങ്ങളെയെല്ലാം കണ്ട് ഒരു വൃക്ഷച്ചുവട്ടിൽ ഒഴിഞ്ഞുമാറി നിൽക്കുകയായിരുന്നു. പ്രമാണികളെയെല്ലാം തോൽപ്പിച്ചോടിച്ച കിരീടി ഭീഷ്മരെ ദൂരെ നിൽക്കുന്നതും കണ്ടു. ഭീഷ്മരുടെ അടുക്കലേക്ക് തേര് തെളിക്കുവാൻ ഉത്തരനോട് പറഞ്ഞു. അർജുനന്റെ തേര് ഭീഷ്മ സന്നിധിയിലെത്തി. അർജുനൻ ഭീഷ്മരോട് എതിരിട്ടു. ഇത് കണ്ട് കൗരവ സൈന്യാധിപന്മാർ ഓടിയൊളിച്ച് യോദ്ധാക്കളെ പ്രേരിപ്പിച്ച് ഭീഷ്മരോടൊപ്പം അർജുനനെ നേരിട്ടു. അർജുനൻ അസാമാന്യമായ വേഗതയോടെ അമ്പെയ്യുവാൻ തുടങ്ങി. അർജുനന്റെ വില്ലിൽ നിന്നു മാത്രമേ അമ്പെയ്യുന്നുള്ളൂ എന്ന് തോന്നത്തക്ക നിലയിൽ അത്രമാത്രം അമ്പുകൾ ബൽഗുണൻ ലാഘവത്തോടെ കൗരവ സൈന്യത്തിന്റെ മേൽ എയ്തു. അവർ എയ്ത അമ്പുകളെല്ലാം തടഞ്ഞു മുറിച്ചും തന്റെ അമ്പുകൾ ലക്ഷ്യം തെറ്റാതെ അവരുടെ മേൽ ചൊരിഞ്ഞും ആ സൈന്യത്തിന്റെ മിക്ക ഭാഗത്തെയും അവൻ കൊന്നൊടുക്കി. ശേഷിച്ചവർ ഓടിപ്പോയി. അവസാനം അർജുനനും മഹാമയനായ ഭീഷ്മനും കൂടി മാത്രമായി യുദ്ധം. എല്ലാവരും ആശ്ചര്യപ്പെടുമാർ അസ്ത്രശസ്ത്ര പാരംഗതരായ ഭീഷ്മ പിതാമഹനെ അർജുനൻ ക്ലേശിപ്പിച്ചു. അതുവരെ അശുദ്ധമാവായിരുന്നു അർജുനന് വെല്ലുവിളിയെങ്കിൽ ഈ വൃദ്ധകാല ഭൈരവന്റെ മുമ്പിൽ അർജുനനൊന്നു പിടഞ്ഞു എന്ന് തന്നെ പറയാം. എന്നാലും അർജുനന്റെ വീര്യം കൂടിയതേയുള്ളൂ. അത്യന്തം രോമാഞ്ചകഞ്ചുകമായിരുന്നു ആ യുദ്ധം. അർജുനന്റെ തീക്ഷ്ണങ്ങളായ ശരങ്ങൾ കണ്ട് ഭീഷ്മരുടെ പോർച്ചട്ട പൊളിഞ്ഞു. അവസാനം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവേറ്റ് രക്തം പ്രവഹിച്ചു. മഹാമയൻ ഭീഷ്മരും സവ്യസാചിയായ അർജുനനോട് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ മനസ്താപത്തോടെ പിൻവാങ്ങി. കൗരവരുടെ സർവ്വ സൈന്യാധിപൻ കുരുവംശത്തിന്റെ കോട്ട തന്നെ പിന്മാറിക്കഴിഞ്ഞപ്പോൾ അർജുനനെ ജയിക്കാമെന്നുള്ള കൗരവരുടെ മോഹാഗ്നി കെട്ടുതുടങ്ങി. എങ്കിലും അണയുവാൻ പോകുന്ന അഗ്നി ആളിക്കത്തുന്നതുപോലെ പരാജിതരായ എല്ലാ വീരന്മാരും സൈന്യങ്ങളും ചേർന്ന് ഒരുമിച്ച് അർജുനനെ എതിർത്തു. അർജുനൻ ഉടൻ തന്നെ അവരുടെ നേരെ സമ്മോഹനാസ്ത്രം പ്രയോഗിച്ച് ശംഖു വിളിച്ചു. ഇതിന്റെ ശബ്ദം നാനാ ദിക്കുകളിലും മാറ്റലി കൊണ്ടു. അത് കേട്ടപ്പോൾ സകല കൗരവന്മാരും മോഹാലസ്യപ്പെട്ടു. അവരുടെ കൈകളിൽ നിന്ന് വില്ലുകൾ താഴെ വീണു. അവരെല്ലാം ഭൂമിയിലും വീണു. അപ്പോൾ വിജയൻ ഉത്തരനോട് പറഞ്ഞു, ഉത്തര, നീ പോയി കൗരവരുടെ ഭംഗിയേറിയ വസ്ത്രങ്ങൾ അഴിച്ചെടുത്തു കൊണ്ടുവരിക. കൗരവരെ ജയിച്ചവരുടെ വസ്ത്രങ്ങൾ കൊണ്ടുവരണമെന്ന് നിന്റെ സോദരി ആവശ്യപ്പെട്ടില്ലേ? വേഗമാവട്ടെ. അവരെല്ലാം മോഹാലസ്യപ്പെട്ട് പിടയ്ക്കുകയാണ്. ഉത്തരൻ പോയി ദുര്യോധനന്റെയും കർണന്റെയും അശ്വത്ഥാമാവിന്റെയും വിചിത്ര വർണ്ണാങ്കികളുമായ വസ്ത്രങ്ങൾ അഴിച്ചെടുത്തു കൊണ്ടുവന്ന് തേരിൽ കരയേറി. എന്നാൽ അർജുനൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തന്റെ ആചാര്യന്മാരായിട്ടുള്ള ദ്രോണരുടെയും കൃപാചാര്യരുടെയും മഹാമയനായിട്ടുള്ള പിതാമഹൻ ഭീഷ്മരുടെയും അടുക്കൽ പോയി വസ്ത്രങ്ങൾ ശേഖരിക്കേണ്ട എന്ന്. അവർ മനസ്സില്ലാ മനസ്സോടെയാണ് യുദ്ധം ചെയ്തതെന്ന് അർജുനൻ അറിയാമായിരുന്നു. സമ്മോഹനാസ്ത്രത്തിന്റെ മോഹവലയത്തിൽ നിന്ന് മോചിതരായ ദുര്യോധനാദികൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ തന്നെ അർജുനനെ ആക്രമിക്കുക എന്ന് ദുര്യോധനൻ ആക്രോശിച്ചു. ഇത് കേട്ട് മഹാമയൻ പറഞ്ഞു, ദുര്യോധന, ഇത്രയുമായിട്ട് നിനക്ക് വിവേകമുദിച്ചില്ലേ? അമ്പും വില്ലുമില്ലാതെ പ്രജ്ഞയറ്റ് കിടക്കുന്ന നമ്മയൊക്കെ പാർത്ഥന് നിഷ്പ്രയാസം കൊല്ലാമായിരുന്നു. എന്നിട്ടും അവന്റെ ധർമ്മബോധവും കൊണ്ട് അവനത് ചെയ്തില്ല. ബീബൻസു യുദ്ധത്തിൽ പോലും അധർമ്മം ചെയ്യുന്നവനല്ല. ഇനിയും അവനോട് ഏറ്റുമുട്ടി മരിക്കുവാൻ ഇടയാകരുത്. വിജയൻ വിജയിച്ചിരിക്കുന്നു. അവൻ പശുക്കളെ കൊണ്ടുപോയി കളട്ടെ. ഇനി നാം ഇവിടെ നിൽക്കണ്ട. വേഗം രാജധാനിയിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് നല്ലത്. ദുര്യോധനൻ നെടുവീർപ്പെട്ട് മിണ്ടാതിരുന്നു. എല്ലാവരും ഭീഷ്മരുടെ നിർദ്ദേശപ്രകാരം തിരിച്ചു പോകുവാൻ തീരുമാനിച്ചു. അർജുനനും അവരോട് യാത്ര പറഞ്ഞു. അത് വിചിത്രമായ രീതിയിലായിരുന്നു. അവൻ മഹാമയനായിട്ടുള്ള ഭീഷ്മർക്കും മഹാഗുരുക്കളായിട്ടുള്ള ദ്രോണർക്കും കൃപർക്കും എന്നിവരുടെ പാദങ്ങളിലേക്ക് ഈ 2 അമ്പുകൾ എയ്തു വിട്ടു. അതവരുടെ പാദങ്ങളുടെ മുമ്പിലേക്ക് വന്ന് തറച്ചു നിന്നു. തങ്ങളുടെ പാദങ്ങളിൽ തൊട്ടു നമസ്കരിച്ചുകൊണ്ടുള്ള പാർത്ഥന്റെ യാത്ര പറച്ചിലാണ് അതെന്ന് അവർക്ക് മനസ്സിലായി. അവർ ശ്വേതവാഹനന് മനസാ മംഗളം നേർന്നു. ദുര്യോധനനോട് പാർത്ഥൻ യാത്ര പറഞ്ഞത് മറ്റൊരു വിധത്തിലായിരുന്നു. ഒരമ്പെയ്ത് ദുര്യോധനന്റെ കിരീടം അവന്റെ ശിരസിൽ നിന്ന് പാർത്ഥൻ തട്ടിത്തെറിപ്പിച്ചു. ഭാവിയിൽ നിന്റെ കിരീടം തെറിപ്പിക്കുമെന്നുള്ള സൂചനയായിരുന്നു ഇത്. ഉള്ളിൽ ഉറഞ്ഞുകൂടിയ അമർഷം കടിച്ചമർത്തിക്കൊണ്ട് മറ്റുള്ളവരോടൊപ്പം ദുര്യോധനനും സ്ഥലം വിട്ടു. കർണനെ അവിടെ കാണുവാൻ കൂടിയില്ലായിരുന്നു. അർജുനനും ഉത്തരനും കൂടി ചിതറിയ ഗോക്കളെയും ഒന്നിച്ചു ചേർത്ത് വിരാട നഗരത്തിലേക്ക് തെളിച്ചു. അവരും പിന്നാലെ പുറപ്പെട്ടു. ശമീവൃക്ഷം നിന്ന ചുടുകാട്ടിലെത്തിയപ്പോൾ തേര് നിർത്തി അർജുനനും ഉത്തരനും തേരിൽ നിന്നിറങ്ങി. അവർ അവിടെ അല്പം വിശ്രമിച്ചു. അർജുനന്റെ ശരീരത്തിൽ ധാരാളം മുറിവുകൾ പറ്റിയിരുന്നു. എന്നാൽ അതൊന്നും ദേവന്മാരുടെയും പരമശിവന്റെയും അനുഗ്രഹത്താൽ ഒരു വിധത്തിലും അർജുനനെ പീഡിപ്പിച്ചില്ല. ശമീവൃക്ഷത്തിൽ നിന്നെടുത്ത എല്ലാ ആയുധങ്ങളും വീണ്ടും വൃക്ഷത്തിന്റെ പേടുകളിൽ തന്നെ സുരക്ഷിതമായി ഒളിച്ചു വെച്ചു. അർജുനന്റെ ധ്യാനശക്തി കൊണ്ട് ആവിർഭവിച്ച വാനരധ്വജം തേരിൽ നിന്ന് അപ്രത്യക്ഷിതമായി. അതിന്റെ സ്ഥാനത്ത് വിരാട രാജാവിന്റെ സിംഹധ്വജം ഉയർന്നു വന്നു.
ഉത്തരനൊരു സ്വപ്നലോകത്ത് നിന്ന് തിരിച്ചു വന്ന പ്രതീതിയാണ് ഉണ്ടായത്. അനായാസമായി ബൃഹത്തായ ഒരു സൈന്യത്തെയും കേൾവി കേട്ട വില്ലാളി വീരന്മാരെയും ഒറ്റയ്ക്കിരുന്ന് എതിർത്തു തോൽപ്പിച്ച അർജുനന്റെ തേര് താൻ തെളിച്ചിരിക്കുന്നു. ഉത്തരന് അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അതേപ്പറ്റി ഓർത്തപ്പോൾ അവൻ ഹർഷപുളകിതനായി. പാർത്ഥൻ ഉത്തരനോട് പറഞ്ഞു, ഉത്തര, പാണ്ഡവന്മാർ വിരാടപുരിയിൽ താമസിക്കുന്ന രഹസ്യം അവിടെ എത്തിയാലുടൻ ആരോടും പറയണ്ട. നിന്റെ അച്ഛൻ ഈ വിവരം പെട്ടെന്നറിഞ്ഞാൽ അമ്പരക്കും. സാവധാനമായി നമുക്കിത് എല്ലാവരെയും അറിയിക്കാം. അതുവരെ നീ കൗരവരെ തോൽപ്പിച്ച് പശുക്കളെ വീണ്ടെടുത്തുവെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഉത്തരൻ പറഞ്ഞു, അയ്യോ, ഞാനെങ്ങനെ അത് പറയും? എന്നെ കൊണ്ടാവില്ല. അസാധ്യമായ ഒരു കാര്യമാണ് അങ്ങ് ചെയ്തത്. അതിന്റെ മേന്മ എനിക്ക് കിട്ടത്തക്കവണ്ണം ഒന്നും ഞാൻ പറയുകയില്ല. എങ്കിലും അങ്ങയുടെ നിർദ്ദേശപ്രകാരം അങ്ങയെയും സഹോദരന്മാരെയും ഞാൻ ഉടൻ വെളിപ്പെടുത്താതിരിക്കാം. അർജുനൻ വീണ്ടും ബൃഹന്തളയായി. സ്ത്രീകളുടെ വേഷം ധരിച്ചും മുടിയെല്ലാം പിന്നിക്കെട്ടിയും കൈകളിൽ നിറയെ ശംഖുവളകൾ അണിഞ്ഞും ഉത്തരനെ രഥത്തിന്റെ പിന്നിലും ഇരുത്തിയിട്ട് തേരാളിയായി കുതിരയുടെ കടിഞ്ഞാൻ കയ്യിലെടുത്തു. അവർ ശമീ വൃക്ഷച്ചുവട്ടിൽ വെച്ച് കുറച്ചു ദൂരം വന്നപ്പോൾ പശുക്കളെ തേടി വരുന്ന ഗോപാലകന്മാരെ കണ്ടു. അപ്പോഴേക്കും തൊഴുത്തിലേക്ക് മടങ്ങുന്ന പശുക്കളും അവിടെ എത്തിയിരുന്നു. പശുക്കളെ തെളിച്ചുകൊണ്ടു പോകുവാൻ അവരെ ചുമതലപ്പെടുത്തി. ബൃഹന്തള അവരോട് പറഞ്ഞു, ഉത്തരൻ കൗരവരെ തോൽപ്പിച്ച് പശുക്കളെയെല്ലാം വീണ്ടെടുത്തിരിക്കുന്നു. നിങ്ങൾ രാജധാനിയിൽ എത്തിയാൽ ഉടനെ ഈ വിവരം മഹാരാജാവിനെ അറിയിക്കണം. ഞങ്ങൾ അല്പം വിശ്രമിച്ചിട്ട് പിന്നാലെ എത്തിക്കൊള്ളാം. തൃകർത്ത രാജാവിനെ തോൽപ്പിച്ചിട്ട് വിരാട രാജാവ് രാജധാനിയിൽ മടങ്ങിയെത്തിയിരുന്നു. പൗരസഞ്ചയം അദ്ദേഹത്തെ ആഹ്ലാദത്തോടെ എതിരേറ്റു. അപ്പോഴാണ് കൗരവർ ഗോക്കളെ അപഹരിച്ചു കൊണ്ടുപോയതും അവരെ വീണ്ടെടുക്കുവാനായി രാജകുമാരൻ പോയതുമായ വിവരം അറിയുന്നത്. രാജാവ് വളരെ പരിഭ്രമിച്ചു. മഹാരഥന്മാരടങ്ങിയ കൗരവസേനയോട് ഏറ്റുമുട്ടുവാൻ തന്റെ മകൻ ഒറ്റയ്ക്ക് പോയിരിക്കുന്നുവെന്നോ? അത്രയ്ക്കുള്ള ധൈര്യം അവൻ പ്രകടിപ്പിച്ചതിൽ അദ്ദേഹം അഭിമാനം കൊണ്ടെങ്കിലും അവൻ എന്തു സംഭവിച്ചുമെന്നോർത്ത് അദ്ദേഹം ആകുലപ്പെട്ടു. ആണും പെണ്ണും കെട്ട ബൃഹന്തളയാണ് ഉത്തരന്റെ സാരഥിയായി പോയിരിക്കുന്നതും കൂടി കേട്ടപ്പോൾ അദ്ദേഹം വിലപിക്കുക കൂടി ചെയ്തു. തന്റെ പുത്രൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അദ്ദേഹം സംശയിച്ചു. ഏതായാലും തൃകർത്തന്മാരുമായുള്ള യുദ്ധത്തിൽ പരിക്കു പറ്റാത്തതായ എല്ലാ യോദ്ധാക്കളും ചതുരംഗപ്പടയോടും കൂടി ഉത്തരന്റെ സഹായത്തിനായി പോകുവാൻ രാജാവ് ആജ്ഞാപിച്ചു. പുത്രൻ എന്ത് സംഭവിച്ചിരിക്കുമെന്നോർത്ത് വിഷാദിച്ചിരിക്കുന്ന വിരാട രാജാവിനോട് യുധിഷ്ഠിരൻ പറഞ്ഞു, ബൃഹന്തളയാണ് ഭവാന്റെ പുത്രന്റെ സാരഥിയായി പോയിരിക്കുന്നതെങ്കിൽ ഭവാൻ ഒട്ടും ഭയപ്പെടേണ്ട. ഉറപ്പായും അവർ കൗരവരെ തോൽപ്പിച്ച് പശുക്കളെ വീണ്ടെടുത്ത് കൊണ്ടുവരും. അധികം താമസിച്ചില്ല. ഉത്തരനയച്ച ദൂതന്മാർ രാജസന്നിധിയിലെത്തി. കൗരവന്മാരെ തോൽപ്പിച്ച് പശുക്കളെ വീണ്ടെടുത്തതും ഉത്തരനും ബൃഹന്തളയും കൂടി ഉടൻ തന്നെ വന്നു ചേരുമെന്നും അവരറിയിച്ചു. ഈ സന്തോഷ വാർത്ത കേട്ടപ്പോൾ രാജാവ് അളവറ്റ് ആഹ്ലാദിച്ചു. വീരപരാക്രമിയായ തന്റെ പുത്രന് വീരോചിതമായ വരവേൽപ്പ് നൽകി സ്വീകരിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുവാൻ ഉത്തരമിടുകയും ചെയ്തു. രാജാവ് യുധിഷ്ഠിരനോട് പറഞ്ഞു, എടോ കങ്ക, ഇന്നൊരു സുദിനമാണ്. എന്റെ മകൻ പ്രഗത്ഭന്മാരായ കൗരവരെ തോൽപ്പിച്ചിരിക്കുന്നു. ഇത്രത്തോളം അജയ്യനായ ഒരു പുത്രൻ എനിക്കുണ്ടായല്ലോ എന്നോർക്കുമ്പോൾ ഞാൻ അഭിമാനഭരിതനാകുന്നു. ഈ സന്തോഷം കൊണ്ടാടുവാനായി നമുക്ക് ചൂതാടി രസിക്കാം. അവർ കളിയിലേർപ്പെട്ടു. കളിക്കുന്നതിനിടയിലും വിരാട രാജാവിന്റെ മനസ്സിൽ മകന്റെ വിജയലഹരി നുരഞ്ഞു പൊങ്ങിക്കൊണ്ടിരുന്നു. അദ്ദേഹം കൂടെ കൂടെ ശൂരനായ തന്റെ പുത്രനെ പ്രശംസിച്ചുകൊണ്ടേയിരുന്നു. ഇത് കേട്ട് കങ്കൻ നല്ലതുപോലെ ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, ബൃഹന്തള തേരാളിയായവനെ ഏത് യുദ്ധമാണ് ജയിക്കുവാൻ കഴിയാത്തത്? രാജാവിന് ബൃഹന്തളയെ പ്രശംസിച്ചത് അശേഷം പിടിച്ചില്ല. അദ്ദേഹത്തിന് കോപം വന്നു. രാജാവ് പറഞ്ഞു, നീ എന്റെ പുത്രനോടൊപ്പം ആ ഷണ്ടനെ സ്തുതിക്കുകയാണോ? പറയേണ്ടതും പറയാണ്ടാത്തതുമായ മനസ്സിലാക്കി സംസാരിക്കണം കങ്ക. ഭീഷ്മ ദ്രോണാദികളെ ജയിച്ച് എന്റെ പുത്രന്റെ കഴിവിനെ അവഗണിച്ച് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. തൽക്കാലം ഞാൻ ക്ഷമിക്കുന്നു. ജീവിക്കുവാൻ മോഹമുണ്ടെങ്കിൽ മേലിൽ ഇപ്രകാരം മിണ്ടിപ്പോകരുത്. യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു, രാജാവേ, മഹാമയനായിട്ടുള്ള ഭീഷ്മർ, മഹാഗുരുവായിട്ടുള്ള ദ്രോണരും കൃപരും, മഹാരഥനായിട്ടുള്ള അംഗരാജൻ വൈകർത്തനൻ കർണൻ, ദുര്യോധനൻ തുടങ്ങിയ മഹാരഥന്മാരെ എന്നല്ല, സാക്ഷാൽ ദേവേന്ദ്രനെ പോലും എതിർക്കുവാനുള്ള കഴിവ് ബൃഹന്തളയ്ക്കല്ലാതെ മറ്റാർക്കാണുള്ളത്? അങ്ങനെയുള്ളവൻ സഹായിച്ചതിൽ ഉത്തരൻ എങ്ങനെ ജയിക്കാതിരിക്കും? വിരാട രാജാവിന് കങ്കന്റെ വാക്കുകൾ തീരെ രസിച്ചില്ല. അദ്ദേഹത്തിന് അടക്കുവാൻ വയ്യാത്ത അമർഷമുണ്ടായി. കളിച്ചുകൊണ്ടിരുന്ന ചൂതുകളെടുത്ത് കങ്കന്റെ മുഖത്തേക്ക് ശക്തിയോടെ എറിഞ്ഞു. ഏറുകൊണ്ട് കങ്കന്റെ മൂക്കിൽ നിന്ന് ധാരധാരയായി രക്തം വാർന്നു. രക്തം താഴെ വീഴാതെ യുധിഷ്ഠിരൻ കൈകളിലേറ്റു. ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്നിരുന്ന ദ്രൗപദി ഓടിപ്പോയി വെള്ളം കൊണ്ടുവന്നു. കങ്കൻ രക്തം ഈ ജലപാത്രത്തിൽ വീഴ്ത്തി. ഈ സമയത്ത് ഒരു സേവകൻ പ്രവേശിച്ച് ഉത്തരനും ബൃഹന്തളയും പുറത്തു വന്ന് കാത്തു നിൽക്കുന്നുവെന്ന് അറിയിച്ചു. അവരെ ഉടൻ തന്നെ ആനയിക്കുവാൻ രാജാവ് കൽപ്പന കൊടുത്തു. തന്റെ മൂക്കിൽ നിന്ന് രക്തം പ്രവഹിക്കുന്നത് അർജുനൻ കാണുവാനിടയായാൽ അവൻ ക്രുദ്ധനാകുമെന്നും
വിരാട രാജാവിനെ ഉടൻ തന്നെ വധിക്കുമെന്നും യുധിഷ്ഠിരൻ ഭയപ്പെട്ടു. അതുകൊണ്ട് ഉത്തരൻ മാത്രം ഉടനെ വരട്ടെ എന്നും ബൃഹന്തള പിന്നീട് വന്നാൽ മതിയെന്നും യുധിഷ്ഠിരൻ സേവകനെ മാറ്റി നിർത്തി അവനോട് പറഞ്ഞു. സേവകൻ അതനുസരിച്ച് ഉത്തരനെ മാത്രം കൂട്ടിക്കൊണ്ടുവന്നു. ഉത്തരൻ അച്ഛനെ വന്ദിച്ചു. അതിനുശേഷം കങ്കൻ യുധിഷ്ഠിരനാണെന്ന് അർജുനനിൽ നിന്ന് അറിഞ്ഞിരിക്കുന്ന അവൻ കങ്കന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. കങ്കന്റെ മൂക്കിൽ കൂടി ചോര ഒലിക്കുന്നത് കണ്ട് അവൻ സംഭ്രമിച്ചു. ആരാണ് ഇദ്ദേഹത്തെ അടിച്ചത്? ആരാണ് ഈ കുറ്റം ചെയ്തത്? ഉത്തരൻ ഈർഷ്യയോടെ അച്ഛനോട് ചോദിച്ചു. രാജാവ് പറഞ്ഞു, ഞാനാണ് ഈ അധമനെ അടിച്ചത്. ശൂരനായി നിന്നെ ഞാൻ പുകഴ്ത്തിയപ്പോൾ ഇവനെ ആണും പെണ്ണും കെട്ടവനെ പുകഴ്ത്തുന്നു. എനിക്കത് തീരെ സഹിച്ചില്ല. അയ്യോ, അച്ഛൻ ചെയ്തത് അക്ഷന്താവമായ അപരാധമാണ്. അദ്ദേഹത്തെ പ്രസാദിപ്പിക്കണം. അദ്ദേഹത്തിനോട് മാപ്പ് ചോദിക്കൂ, ഇല്ലെങ്കിൽ അച്ഛൻ വേരോടെ നശിക്കും. ഉത്തരൻ ഉദ്വേഗത്തോടെ പറഞ്ഞു. ഉത്തരൻ രാജാവിന്റെ ആരാധനാപാത്രമായിട്ടാണല്ലോ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കങ്കനോട് മാപ്പ് ചോദിക്കുവാൻ അവൻ നിർദ്ദേശിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ രാജാവ് അതിന് വഴിപ്പെട്ടു. അദ്ദേഹം കങ്കനെ സ്വാന്തനപ്പെടുത്തി അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, രാജാവേ, എനിക്കൊട്ടും കോപമില്ല. ഞാനെല്ലാം പുറത്തിരിക്കുന്നു. അപ്പോഴേക്കും യുധിഷ്ഠിരന്റെ മൂക്കിൽ നിന്നുള്ള ചോരയുടെ വരവ് നിലച്ചിരുന്നു. ബൃഹന്തളയെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഉത്തരൻ നിർദ്ദേശിച്ചപ്പോൾ യുധിഷ്ഠിരൻ വിലക്കിയില്ല. ബൃഹന്തള രാജാവിന്റെയും കങ്കന്റെയും മുന്നിലെത്തി. അവരെ വന്ദിച്ചിട്ട് ഒതുങ്ങി മാറി നിന്നു. രാജാവ് ഉത്തരനെ വാരോളം പുകഴ്ത്തി. അദ്ദേഹം അഭിമാന വംദ്രജനായി പ്രശംസ തുടർന്നു. 1000 അമ്പെയ്താൽ ഒന്നുപോലും പിഴയ്ക്കാതെ ലക്ഷ്യത്തിൽ കൊള്ളിക്കുന്ന കർണൻ, ലോകത്തിലുള്ള സർവ്വയോദ്ധാക്കളെയും വെല്ലുന്ന ഭീഷ്മർ, എല്ലാവർക്കും ആചാര്യനുമായ, എല്ലാ അസ്ത്രവിദ്യകളിൽ സുസമ്മതനുമായ ദ്രോണൻ, അസ്ത്രവിദ്യയിൽ പടുത്വമേറിയ ദ്രൗണി, പർവ്വതങ്ങളെ പോലും ഭേദിക്കത്തക്ക വിധം അസ്ത്രമെയ്യുവാൻ കഴിവുള്ളവനാണ് ദുര്യോധനനും അശ്വത്ഥാമാവും എന്നിങ്ങനെയുള്ള വീരന്മാരെ തോൽപ്പിച്ച വിജയശ്രീ ലാളിതനായി വന്ന എൻ്റെ ഓമന മകനെ, നിന്റെ വീരശൂര പരാക്രമങ്ങൾ ഓർത്ത് ഒരു പുത്രനെ ലഭിച്ച എന്നേക്കാൾ ഭാഗ്യവാൻ ആരാണ്? വിരാട രാജാവ് വികാരഭരിതനായി ഉത്തരനെ വാരിപ്പുണർ. അച്ഛന്റെ സ്തുതി കേട്ടപ്പോൾ അഭിമാനിക്കുന്നതിന് പകരം ഉത്തരന് ലജ്ജയാണുണ്ടായത്. കൗരവ പടയെ കണ്ട് എലിയെപ്പോലെ ഭയന്നു പറിച്ച തന്നെ അച്ഛൻ ഇതാ സിംഹപരാക്രമനായി കൊണ്ടാടുന്നു. എങ്ങനെ നാണിക്കാതിരിക്കും? ഉത്തരൻ പറഞ്ഞു, അച്ഛൻ തെറ്റിദ്ധരിച്ചാണ് എന്നെ പുകഴ്ത്തുന്നത്. ശത്രുക്കളെ ജയിച്ച് പശുക്കളെ വീണ്ടെടുത്തത് ഞാനല്ല, ഒരു ദേവകുമാരനാണ്. ഹോ, അവന്റെ പരാക്രമം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഭീഷ്മരും ദ്രോണരും കർണനും ദുര്യോധനും ഒക്കെ അവനെ ഒറ്റയ്ക്കും കൂട്ടായും എതിർത്തു. പക്ഷെ അവരെയൊക്കെ അവസാനം തോറ്റു തുന്നമ്പാടി തന്നെ ഓടിപ്പോയി. രാജാവ് ആശ്ചര്യത്തോട് ചോദിച്ചു, അങ്ങനെയോ? എവിടെയാ ദേവകുമാരൻ? നിന്നെയും എന്റെ ഗോധനത്തെയും രക്ഷിച്ച ആ ദേവകുമാരനെ പൂജിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉത്തരൻ ഒഴിഞ്ഞു മാറി നിന്നിരുന്ന ബൃഹന്തളയെ സാഗൂതം നോക്കി ഒരു കപടച്ചിരിയോടെ പറഞ്ഞു, ആ മഹാബാഹു അവിടെ തന്നെ മറഞ്ഞു. നാളെയോ മറ്റന്നാളോ അവൻ അങ്ങയുടെ മുന്നിൽ പ്രത്യക്ഷനാകും. ഉത്തരനും ബൃഹന്തളയും കൂടി അന്തഃപുരത്തിലെത്തി. യുദ്ധഭൂമിയിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്നിരുന്ന വിലപിടിച്ച വസ്ത്രങ്ങൾ രാജകുമാരിക്ക് സമ്മാനിച്ചു. അവർ സഹർഷം അതെല്ലാം സ്വീകരിച്ചു. അവരോട് നന്ദി പറയുകയും ചെയ്തു. ഇതിനെല്ലാം സാക്ഷിയായി നിന്ന മാലിനിയുടെ കണ്ണുകളിൽ കൂടി ആനന്ദബാഷ്പം ഒഴുകി. അവൾ കടക്കണ്ണുകൊണ്ട് തന്റെ പ്രാണനാഥനെ കടാക്ഷിച്ചു. അവൾ പറഞ്ഞു, ബൃഹന്തള ഉത്തമ സാരഥിയാണെന്ന് ഇപ്പോൾ ഉത്തരന് ബോധ്യമായി കാണും. ഉത്തരൻ ആദരവോടെ പാഞ്ചാലിയെ വന്ദിച്ചു. പശുക്കളെ വീണ്ടെടുത്തതിന്റെ 3-ാം ദിവസം പാണ്ഡവന്മാരും പാഞ്ചാലിയും രാജകീയമാം വിധത്തിൽ വസ്ത്രം ധരിച്ച് രാജസഭയിൽ പ്രവേശിച്ചു. മന്ത്രിമുഖ്യന്മാരും സമാന്ത പ്രഭുക്കരും സഭയിലിരിക്കുന്നുണ്ടായിരുന്നു. രാജാവ് എത്തിയിരുന്നില്ല. പാണ്ഡവന്മാർ കൂസലില്ലാതെ കടന്നുവന്ന് പ്രധാന വേദിയിലുണ്ടായിരുന്ന രാജമഞ്ചങ്ങളിൽ കയറിയിരുന്നു. ഇത് കണ്ടെല്ലാവരും ആശ്ചര്യപ്പെട്ടു. തലേ ദിവസം വരെ രാജാവിന്റെ ആശ്രിതന്മാരായി കഴിഞ്ഞിരുന്നവർ ഇന്നിതാ രാജാവിന്റെ സിംഹാസനത്തോടൊപ്പം കിടന്നിരുന്ന വിശിഷ്ടമായ പീഠങ്ങളിൽ കയറിയിരിക്കുന്നു. സൈരന്തരിയായി അന്തഃപുര സ്ത്രീകൾക്ക് ദാസ്യം ചെയ്തിരുന്ന മാലിനി രാജ്ഞിയെ പോലെ ഉടുത്തൊരുങ്ങി ലജ്ജയില്ലാതെ കങ്കന്റെ തൊട്ടടുത്ത പീഠത്തിലിരിക്കുന്നു. ഇതെന്ത് കഥയെന്നോർത്ത് എല്ലാവരും അമ്പരന്നു. പാണ്ഡവന്മാരുടെ പ്രൗഢമായ ഭാവവാഹാദികളും ഉജ്ജ്വലമായ തേജസ്സും ലക്ഷ്മി ദേവിക്ക് സദൃശ്യമായ പാഞ്ചാലിയുടെ അംഗഭംഗിയും കണ്ടപ്പോൾ ഇവർ തന്നെയാണോ രാജാവിന്റെ സേവകന്മാരായി ഇതുവരെ കഴിഞ്ഞുകൂടിയിരിക്കുന്നതെന്ന് പോലും സഭാവാസികൾക്ക് സംശയമായി. ഏതായാലും രാജാവ് ഉടൻ തന്നെ സഭയിലെത്തുമെന്നും അപ്പോൾ ഇതിന്റെ രഹസ്യം അറിയാമല്ലോ എന്നും കരുതി ആരുമൊന്നും മിണ്ടിയതേയില്ല. അങ്ങനെ എല്ലാവരും രാജാവിന്റെ വരവ് ആകാംക്ഷയോടെ കാത്തിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വിരാട രാജാവ് സഭയിലെത്തി. തന്റെ സിംഹാസനത്തോട് ചേർത്തിട്ടിരിക്കുന്ന വിശിഷ്ടാസനത്തിൽ ഉപവിഷ്ടനായിരുന്ന പാണ്ഡവന്മാരെയും പാഞ്ചാലിയും അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന് ആദ്യം ആശ്ചര്യം തോന്നിയെങ്കിലും പെട്ടെന്ന് രാജാവ് രോഷാകുലനായി. വിരാടൻ ചോദിച്ചു, എടോ കങ്ക, നീ ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി ഈ വിശിഷ്ടാസനത്തിൽ കയറിയിരിക്കുന്നത് എന്താണ്? കൊട്ടാരത്തിലെ ചൂതിക്കളിക്കാരനായി നിനക്ക് അതിനുള്ള അർഹതയുണ്ടോ? യുധിഷ്ഠിരൻ ചിരിച്ചു.
ഒന്നും മറുപടി പറഞ്ഞില്ല. അർജുനനാണ് മറുപടി പറഞ്ഞത്. അർജുനൻ പറഞ്ഞു, ഹേ രാജൻ, ഇദ്ദേഹം ഇന്ദ്രന്റെ അർദ്ധാസനം സ്വീകരിക്കാൻ പോലും അർഹനാണ്. ഇദ്ദേഹം ധർമ്മം അവതാരമെടുത്ത മൂർത്തിയാണ്. വീരന്മാരിൽ വെച്ച് വീരനാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ബുദ്ധിശാലിയാണ്. മഹർഷിമാർക്ക് തുല്യനായ രാജഹർഷിയാണ്. ഇദ്ദേഹം ഗുരുക്കളിൽ ശ്രേഷ്ഠനായ ധർമ്മപുത്രനായ യുധിഷ്ഠിരനാണ്. ഇദ്ദേഹത്തിന്റെ തേജസ് ഉദയസൂര്യന്റെ രശ്മി പോലെയാണ്. മുനിമാർ ഈ രാജാവിനെ വാഴ്ത്തിയിരുന്നു. കൗരവന്മാർ കിങ്കരന്മാരെ പോലെ ഇദ്ദേഹത്തെ സേവിച്ചിരുന്നു. ഇപ്രകാരമുള്ള ഈ പാണ്ഡവശ്രേഷ്ഠൻ രാജഹർമ്മമായ സിംഹാസനത്തിൽ ഇരിക്കുവാൻ അർഹനല്ലെന്നാണോ പറയുന്നത്? അർജുനന്റെ വാക്കുകൾ കേട്ടപ്പോൾ വിരാട രാജാവും സഭാവാസികളും അത്യധികമായ വിസ്മയം കൊണ്ട് അബോധാവസ്ഥയിലായെന്നതുപോലെ കണ്ണും മിഴിച്ചിരുന്നു പോയി. 1 വർഷം സേവകനെ പോലെ തന്റെ കൂടെ താമസിച്ചിരുന്ന ഈ രാജാതിരാജൻ ധർമ്മപുത്രനായ ചക്രവർത്തി സാമ്രാട്ടാണെന്നോ? അയ്യോ, അദ്ദേഹത്തോട് താൻ എന്തെല്ലാം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ നിന്ദിക്കുക പോലും ചെയ്തിട്ടില്ലേ? ഇതെല്ലാം ഓർത്തപ്പോൾ രാജാവിന് വിസ്മയത്തിന് പുറമെ ഭയവും സംഭ്രമവും കൂടി ഉണ്ടായി. അദ്ദേഹം അർജുനനോട് എന്തോ ചോദിക്കുവാൻ ഇടപെട്ടു. എന്നാൽ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിയല്ലാതെ പുറത്തേക്ക് വന്നില്ല. അർജുനൻ തുടർന്നു, അങ്ങ് ചോദിക്കുവാൻ ഭാവിച്ചത് എന്താണെന്ന് എനിക്കറിയാം. യുധിഷ്ഠിരന്റെ സഹോദരന്മാരെ പറ്റിയല്ലേ? അതാ, യുധിഷ്ഠിരന്റെ വലതുവശത്തിരിക്കുന്ന വല്ലഭൻ വായുപുത്രനായ ഭീമസേനനാണ്. അങ്ങയുടെ പാചകക്കാരനായി ഇവിടെ കഴിഞ്ഞുകൂടിയ ഈ വീരനാണ് അങ്ങയെയും അന്തഃപുര സ്ത്രീകളെയും രസിപ്പിക്കുന്നതിനു വേണ്ടി ആനയോടും സിംഹത്തോടും മറ്റും പോരാടിയതും മറ്റു മല്ലന്മാരോട് ഏറ്റുമുട്ടി അങ്ങയുടെ മാനം കാത്തതും. ഇദ്ദേഹമാണ് കീചകനെയും അവന്റെ ബന്ധുക്കളെയും കൊന്ന ഗന്ധർവൻ. അതിനപ്പുറത്തിരിക്കുന്ന ദേവതുല്യന്മാരായ 2 പേരും നകുല സഹദേവന്മാരാണ്. ഇവരാണ് അങ്ങയുടെ കുതിരപ്പന്തിയിലും ഗോശാലയിലും പ്രച്ഛന്ന വേഷധാരികളായി കഴിഞ്ഞുകൂടിയിരുന്ന മാതൃ സൂതന്മാർ. ദ്രുപദ രാജാവിന്റെ യാജ്ഞാഗ്നിയിൽ നിന്ന് ജ്യോതിസായി ഉയർന്നു വന്ന നീലോൽപ്പത്തിന്റെ നിറമാർന്ന ഉമാദേവിയെ പോലെ ശോഭിക്കുന്ന ദ്രൗപദിയാണ് യുധിഷ്ഠിരന്റെ പാർശ്വഭാഗത്തിരിക്കുന്ന മഹിളാരത്നം. ഇവരാണ് കഴിഞ്ഞ 1 വർഷം അങ്ങയുടെ അന്തഃപുരത്തിൽ സൈരന്ധ്രിയായി കഴിഞ്ഞുകൂടിയ മാലിനി. ഇവരെയെല്ലാം അങ്ങയ്ക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്ന ഞാനാണ് മധ്യമ പാണ്ഡവനായ അർജുനൻ. കൗരവന്മാരെ തോൽപ്പിച്ച് ഗോക്കളെ വീണ്ടെടുത്ത ദേവകുമാരൻ എന്ന് ഉത്തരൻ അങ്ങയോട് പറഞ്ഞത് എന്നെ പറ്റിയാണ്. ഞങ്ങൾ 12 വർഷത്തെ വനവാസം കഴിഞ്ഞ് 1 കൊല്ലത്തെ അജ്ഞാതവാസത്തിനായി ഇവിടെ പ്രച്ഛന്ന വേഷത്തിൽ താമസിച്ചതാണ്. 1 വർഷം പൂർത്തിയായി. ഇനിയും പ്രച്ഛന്ന വേഷം ആവശ്യമില്ല. ആകയാൽ ഞങ്ങൾ സ്വന്തം വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഉത്തരൻ ആ അവസരത്തിൽ അർജുനനും കൗരവന്മാരും തമ്മിൽ നടന്ന അത്ഭുതകരമായ യുദ്ധത്തെപ്പറ്റി എല്ലാവർക്കും വിശദമായി വിവരിച്ചു കൊടുത്തു. വിരാട രാജാവ് യുധിഷ്ഠിരനെ വന്ദിച്ചു. അറിയാതെ വല്ലാതെ തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണമെന്ന് വിരാടൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയും ചെയ്തു. രാജാവ് തുടർന്നു, ഇതെല്ലാം ദൈവഗിത സംഭവിച്ചതാണ്. നാം തമ്മിലുള്ള മൈത്രി ദൃഢപ്പെടുത്തണം. അതിലേക്കായി അർജുനൻ സമ്മതിക്കുന്ന പക്ഷം എന്റെ പുത്രി ഉത്തരയെ അർജുനന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിരാടൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ സഹോദരന്മാരെയെല്ലാം അർജുനന്റെ അഭിപ്രായം എന്തെന്നറിയാനുള്ള ആകാംക്ഷയോടെ അദ്ദേഹത്തെ നോക്കി. അർജുനൻ പറഞ്ഞു, രാജാവേ, ഞാൻ അന്തഃപുരത്തിലേക്ക് പാർക്കുമ്പോൾ ഉത്തരയെ പുത്രിയെ പോലെ സ്നേഹിച്ചു. അവളെ പാട്ടും നൃത്തവും പഠിപ്പിച്ചത് കാരണം ഞാൻ അവളുടെ ഗുരുവുമായി. അങ്ങനെയുള്ള ഉത്തരയെ വിവാഹം കഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ധർമ്മവുമല്ല. എന്നാൽ അവളെ എന്റെ സനുഷയായി ഞാൻ സ്വീകരിക്കുന്നു. ശ്രീകൃഷ്ണന്റെ മരുമകനും സർവാസ്ത്രങ്ങളും അറിഞ്ഞവനും മഹാബാഹുവുമായ അഭിമന്യു എന്റെ പുത്രനാണ്. അവൻ ഉത്തരയ്ക്ക് ചേർന്ന ഉത്തമനായ വല്ലഭനായിരിക്കും. അർജുനന്റെ നിർദ്ദേശം വിരാടൻ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി സ്വീകരിച്ചു. പാണ്ഡവന്മാർ പാഞ്ചാലിയോടും കൂടി മത്സ്യരാജ്യത്ത് തന്നെയുള്ള ഉപപ്ലാവ്യം എന്ന നഗരത്തിലേക്ക് താമസം മാറ്റി. ശ്രീകൃഷ്ണനെയും സുഭദ്രയെയും അഭിമന്യുവിനെയും വരുത്തി. ദ്രുപദ രാജാവും ദൃഷ്ടദ്യുമ്നനും ദ്രൗപദിയുടെ പുത്രന്മാരും വന്നു ചേർന്നു. പാണ്ഡവന്മാരുടെ ബന്ധുരാജാക്കന്മാർ അക്ഷൗഹിണി പടയുമായി സന്നിഹിതരായി. എല്ലാവരെയും വിരാടൻ വേണ്ട വിധത്തിൽ സ്വീകരിച്ച് സൽക്കരിച്ചു. വളരെ ആർഭാടത്തോടെ കെങ്കേകമായി വിവാഹം നടത്തുന്നതിനുള്ള ഏർപ്പാടൊക്കെ വിരാട രാജാവ് ചെയ്തു. ഒരു ശുഭമുഹൂർത്തത്തിൽ അഭിമന്യു അങ്ങനെ ഉത്തരയെ പാണീഗ്രഹണം ചെയ്തു. ഇതോടുകൂടി മഹാഭാരതം വിരാട പർവവും സമാപിച്ചിരിക്കുകയാണ്. ഇനി പറയുവാൻ പോകുന്നത് മഹാഭാരതത്തിലെ 5ാമത്തെ പർവമായിട്ടുള്ള, അതായത് ആദിപർവം, സഭാപർവം, വനപർവം, വിരാട പർവവും കഴിഞ്ഞിട്ടുള്ള മഹാഭാരതം ഉദ്യോഗ പർവത്തിന്റെ കഥകളാണ്. തുടരും.